ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇന്നത്തെ ശൈലേഷ് ബാലനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല. ശൈലേഷ് ബാലൻ നിങ്ങൾ ഓരോരുത്തരുടെ റാങ്കിൽ എന്ത് അത് നിങ്ങൾ ഇന്ന് ചെയ്യുകയാണെങ്കിൽ പറ്റിയാണ് ഇന്ന് എനിക്ക് കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഇന്നത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോണിന്റെ അകത്ത് മിനിമം ഒരു 60%, 70%, 80%, 100% അതിനകത്ത് ബാറ്ററി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കും. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ആദ്യം നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ ചാർജർ എടുത്ത് ആ മൊബൈൽ ചാർജിനകത്ത് ആ പ്ലഗ് ചെയ്ത് അതിലേക്ക് മാക്സിമം എനർജി കയറ്റിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ബാറ്ററി ഫിൽ ആയിക്കൊണ്ടിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. ഇതേപോലെ നമ്മുടെ മൈൻഡിന്, നമ്മളുടെ ബ്രെയിന് ഈ ചാർജിങ് ആവശ്യമാണ്. ഈ ചാർജിങ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് കിട്ടുക. ഒന്ന് ട്രെയിനിങ്ങിലൂടെ, മീറ്റിങ്ങിലൂടെ നമുക്ക് ചാർജിങ് കിട്ടും. രണ്ട് പ്രവൃത്തിയിലൂടെ, ഏണിങ്സിലൂടെ നമുക്ക് ചാർജിങ് കിട്ടും. മോട്ടിവേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മോട്ടീവ് പ്ലസ് ആക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ഇടാൻ വേണ്ടി, പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പ്രചോദനമാണ് മോട്ടിവേഷൻ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം ട്രെയിനിങ്ങുകളോ മീറ്റിങ്ങുകളോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിന്റെ അകത്ത് അല്ലെങ്കിൽ മനസ്സിന്റെ അകത്ത് നിങ്ങൾക്ക് ഭയങ്കരമായ കോൺഫിഡൻസ് വരും. അതിനെയാണ് നമ്മൾ ആദ്യം പറയുക സ്വിച്ച് മോഡ് എന്ന് പറയാം. സ്വിച്ച് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ അറിയാതെ ആരെങ്കിലും വരയ്ക്കുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഡൗൺ ചെയ്ത് വെക്കേണ്ടി വരും. എനിക്ക് ഏതാണ്ട് ഒരു 10-40ഓളം സ്ലൈഡിൽ വെച്ച് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ആ 40, 30 ആവും, 30, 20 ആവും, 20, 10 ആവും, ചിലപ്പോൾ 5 സ്ലൈഡായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന് ഒരുപാട് സമയം എനിക്ക് വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ആ സ്ക്രീനിൽ ടച്ച് ചെയ്യരുതെന്ന് ഞാൻ പറയുകയാണ്. ഷൈജു ചന്ദ്രൻ അവരൊക്കെയാണ് ഇപ്പൊ ഇതിനകത്ത് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവിടെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളെ ലീഡർ അല്ലേ, നമ്മൾ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിച്ച് മോഡ്, അതായത് ഇത്തരം ട്രെയിനിങ്ങിന്റെ അകത്ത്, മീറ്റിംഗിന്റെ അകത്ത്, GTS സെന്ററിനകത്ത് നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ തീരുമാനം, അതാണ് സ്വിച്ച് മോഡ് എന്ന് പറയുന്നത്. അതായത് ഞാൻ പ്രവർത്തിക്കും, ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ എനിക്ക് വിജയിക്കണം, എനിക്ക് സീലിംഗ് അച്ചീവർ ആവണം, ലാക്പതീസ് ആവണം, അല്ലെങ്കിൽ കാർ അച്ചീവർ ആവണം, നല്ല വീട് വെക്കണം, അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷൻ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സ്വിച്ച് മോഡ് എന്ന് പറയുന്നത്. ആ സ്വിച്ച് മോഡ് എപ്പോഴും ഓൺ ആയിരിക്കണം. അതെന്റെ ലീഡർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ പുറത്തു വന്ന് തള്ളിത്തരേണ്ട ഒരു സാധനമായി മാറരുത്. അവനവന്റെ ഉള്ളിൽ നിന്നുള്ള തീരുമാനമായി മാറണം. ആ സ്വിച്ച് മോഡ് ഓൺ ആണെങ്കിൽ തീർച്ചയായും അതിനകത്തൂടെ എനർജി പാസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ എനർജി പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരം ട്രെയിനിങ്ങിന്റെ അകത്തും മീറ്റിങ്ങിന്റെ അകത്തൊക്കെ വരണമെന്നും പങ്കെടുക്കണമെന്നും ടീമിനെ പങ്കെടുപ്പിക്കണമെന്നും GTS സെന്ററിൽ പോകണമെന്നും ഹൗസ് മീറ്റിംഗ് നടത്തണമെന്നും റീറ്റെയിൽ ചെയ്യണമെന്നും സ്റ്റോക്ക് എടുക്കണമെന്നും അതേപോലെ തന്നെ എന്റെ ടീമിനെ ഇതേപോലെ തന്നെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കും. ആ തീരുമാനത്തിന്റെ ഭാഗമായി ഈ എനർജി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും, ഈ മോട്ടിവേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ടീമിനെ പ്രാപ്തരാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ആവശ്യക്കാരായിട്ട് മാറണം, സ്വപ്നങ്ങളുള്ള ആളുകളായി മാറണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വർക്ക് മോഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. പ്രവൃത്തിയാണ് നമുക്ക് ഫലം തരുന്നത്. ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബിസിനസിന്റെ അകത്ത് നിങ്ങൾ എടുക്കുന്ന ഉത്തരവാദിത്തമാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ലീഡർ ആണെങ്കിൽ, പ്രവർത്തിച്ച് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, വിജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇത്തരം ട്രെയിനിങ്ങിൽ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനെയും നിങ്ങൾ ഫീൽഡിൽ കൊണ്ടുപോയി ഇംപ്ലിമെന്റ് ചെയ്യണം. ഫീൽഡിൽ പോകാൻ മടിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ബിസിനസ്സിനകത്ത് പച്ച തൊടില്ല, വിജയിക്കില്ല. ക്ലിയറായോ? ഇതൊരു ഹാർഡ് വർക്കും ഉണ്ട്, സ്മാർട്ട് വർക്കും ഉണ്ട്. ആ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിന് എവിടെയാണോ നിങ്ങൾ പഠിപ്പിക്കേണ്ടത്, എവിടെയാണോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്, എവിടെയാണോ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത്, ആരിൽ നിന്നാണോ വിശ്വാസം ആർജിക്കേണ്ടത്, അവിടുത്തെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. നെക്സസ് പ്രോഗ്രാമിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ടീമിന് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ട് വർക്കറാണ്. ഇത്തരം ട്രെയിനിങ്ങിനകത്ത് ആളുകൾ നിങ്ങൾ പങ്കെടുക്കുകയും ടീമിനെ പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ട് വർക്കറാണ്. അപ്പൊ ഈ സ്മാർട്ട് വർക്ക് കൊണ്ട് മാത്രം ബിസിനസ്സിനകത്ത് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ കഴിയില്ല. പകരം ഇത് ഈ പറയുന്ന സ്മാർട്ട് വർക്ക് ചെയ്യുകയും അതേ സമയത്തിന് ഹാർഡ് വർക്ക് ചെയ്യുകയും. അല്ല, ഹാർഡ് വർക്ക് ഫീൽഡ് പോകണം, റീറ്റെയിലിംഗ് ചെയ്യണം, റിക്രൂട്ട്മെന്റ് ചെയ്യണം, GTS സെന്ററിൽ നമ്മൾ പോകണം, അതേപോലെ തന്നെ നമ്മൾ ഫോളോ അപ്പ് നമ്മൾ ചെയ്യണം, അതേപോലെ നമ്മൾ ടീമിനെ പഠിപ്പിച്ച് പ്രാപ്തരാക്കണം, അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയുള്ള ചില ഉത്തരവാദിത്തങ്ങൾ എടുക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു വഴിയാണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, പല ആളുകൾ എന്റെ ഓർഗനൈസേഷന്റെ ഭാഗമായി കണ്ടിട്ടുണ്ട്, ഫീൽഡ് പോകാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഏണിങ്സ് ഒക്കെ വരൂല. ക്ലിയറായോ? അതായത് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ടീം വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ടീം വർക്ക് അല്ല ചെയ്യുന്നത്, ഡ്രീം വർക്ക് ആണ് ചെയ്യുന്നത്. ഡ്രീം വർക്ക് എന്ന് പറഞ്ഞാൽ അവനവന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ
അവനവന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്നും ഒരു കൂട്ടം ആളുകളുടെ അധ്വാനവും ശ്രമവും അവരുടെ സപ്പോർട്ടും എനിക്ക് വേണമെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഫീൽഡ് പോകുന്നതെന്നും അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതെന്നും അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ ഓർഗനൈസേഷൻ 1 ലും 2 ലും വന്ന എന്റെ പ്രധാനപ്പെട്ട ആളുകളെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന വിശ്വാസം എപ്പോഴും നിങ്ങൾക്ക് പോകാം. ക്ലിയർ ആയി. അല്ലാണ്ട് നിങ്ങൾ വെറുതെ എന്താ പറയുക സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ടല്ല ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. ഇതിനെ ലീവറേജ് എന്ന് പറയും, സിനർജി എന്ന് പറയും. ലീവറേജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പറ്റം ആളുകൾ അധ്വാനം ഒരുമിച്ച് വരുന്ന സമയത്ത് ഒന്നും കൂട്ടിയാൽ 2 എന്നതിന് പകരം 11 മാറും. അതായത് ഒരു പറ്റം ആളുകളുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് എളുപ്പത്തിൽ വിൻ ചെയ്യാൻ പറ്റും. അതായത് 10 35 കൊല്ലക്കാലം അധ്വാനിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമുക്ക് 5 കൊല്ലം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ടീം വർക്കിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. നിങ്ങളുടെ സ്വിച്ച് മോഡ് ഓൺ ആയിരിക്കണം, എനർജി മോഡ് ഓൺ ആയിരിക്കണം, അതേപോലെ തന്നെ വർക്ക് മോഡിലേക്ക് അത് മാറ്റുകയും ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്താൽ പോലെ നിങ്ങളുടെ ടീമിനെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കണം. ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മളെ കഴിവിനെയും നമ്മളെ പോരായ്മയും നമ്മൾ തിരിച്ചറിയണം. ക്ലിയർ ആയോ? അതുകൊണ്ട് നിങ്ങൾ ഈ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്യാം. 1.5 മണിക്കൂർ നിങ്ങളെ പറ്റി ചിന്തിക്കാൻ വേണ്ടി എഴുതിയുണ്ട്. അതായത് ഇപ്പൊ റസാഖ് സാർ ഉണ്ട്, അഫ്സത്ത് മേനോട് ഇതിനകത്തുണ്ട്, അനീസ് സാർ, സുരേന്ദ്ര സാറും ജെ സാറൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ, നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കഴിവ് മൈനസ് മാർക്കറ്റിംഗ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള കഴിവുകൾ നിങ്ങൾ എഴുതി വെക്കുക. അതായത് എനിക്ക് ഇപ്പൊ നന്നായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റും, റീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റും, അതൊരു കഴിവാണ്. എനിക്ക് കുറെ ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റും, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് ആ കഴിവാണ്. പക്ഷെ വീക്ക്നെസ് ആണ് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്. ക്ലിയർ ആയോ? ആ വീക്ക്നെസ് ആണ് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്. കഴിവാണ് എനിക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ കഴിവിനെ നമുക്ക് എങ്ങനെ ഈ വീക്ക്നെസ്സിനെ മറികടന്ന് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും? അതായത് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അപ്ലൈ ലീഡറായ വ്യക്തിനെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ച് ഒരു 10 പേരെ അവിടെ ഇരുത്തി കൊടുത്ത് ആ പറയുന്ന ആളുകൾക്ക് ഹൗസ് മീറ്റിംഗ് സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവര് പറഞ്ഞു കൊടുക്കും. അവരതിനു വേണ്ട സപ്പോർട്ട് നിങ്ങൾ ചെയ്തിരും. നിങ്ങൾ വിജയിക്കാൻ, നിങ്ങൾ വിജയമായിട്ട് മാറും. ക്ലിയർ ആവണ്ടല്ലോ? പക്ഷെ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഉപയോഗിക്കണം. അത് എന്ത് കഴിവായിക്കോട്ടെ, റീറ്റെയിലിംഗ് ആയിക്കോട്ടെ, ആളുകളെ സംഘടിപ്പിക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് നടത്താനുള്ള കഴിവായിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലാൻ പ്രസ് ചെയ്യാനുള്ള കഴിവായിക്കോട്ടെ, എന്താണോ ആ എന്ത് കഴിവായിരുന്നെങ്കിലും 10 ൽ 10 കഴിവ് വേണം ഞാൻ പറയുന്നില്ല. 10 ൽ 1 കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. പക്ഷെ ആ കഴിവിനെ നിരന്തരമായി നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്ന നിങ്ങളുടെ ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാനും അതിലൂടെ വിജയിക്കാൻ നിങ്ങൾക്ക് പറ്റും. ക്ലിയർ ആയോ? നിങ്ങളുടെ കൂടെ ഉള്ള 10 ആളുകളുടെ കഴിവിന അത് മനസ്സിലാക്കി അത് എന്ത് കഴിവായിക്കോട്ടെ, ആളുകൾ സംഘടിപ്പിക്കുന്ന ആയിക്കോട്ടെ, ടേസ്റ്റ് വെക്കുന്ന ആയിക്കോട്ടെ, സോപ്പ് വെക്കുന്ന ആയിക്കോട്ടെ, ആൾക്കാരെ പരിചയപ്പെടുന്ന ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് എന്ത് കഴിവാണ്, എന്റെ ടീമിലുള്ള ആളുകൾക്ക് എന്ത് കഴിവാണ് ഉള്ളത് എന്ന് നിങ്ങൾ ഓർഗനൈസേഷൻ 1 ഉം 2 ആയിട്ട് തരംതിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ, എന്റെ ബ്രാഞ്ച് 1 വരുന്ന ഒരാളാണ് ജയസാർ, ബ്രാഞ്ച് 2 വരുന്ന ഒരാളാണ് സുമിത മേഡം വിചാരിക്കുക. അപ്പൊ സുമിത മേഡത്തിനുള്ള കഴിവ് എന്താണെന്നുള്ളത് ഞാനൊന്ന് ചിന്തിച്ചു നോക്കുക. എനിക്കറിയാം സാറിന്റെ കഴിവ് എന്താണെന്ന് എനിക്കറിയാം. നന്നായി റീറ്റെയിൽ ചെയ്യുന്നതാണെങ്കിൽ, ആളുകളെ സംഘടിപ്പിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല കോൺടാക്റ്റുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50,000 രൂപയുടെ സ്റ്റോക്ക് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ ബിസിനസ് ട്രൈ ചെയ്യാൻ. അല്ലാതെ എല്ലാ ആളുകളെയും ഒരേപോലെ ലീഡർ ആക്കണം, എല്ലാ ആളുകളെയും ധന്യസാർ ആക്കണം, എല്ലാ ആൾക്കാരെയും ശൈലേഷ് ബാൽ ആക്കണം, എല്ലാ ആൾക്കാരെയും എനിക്ക് അനീഷ് ബാബു ആക്കണം, അങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിന്റെ പല സ്ട്രെങ്ത്തിനെയും നിങ്ങൾ കാണാതെ പോകും. അത് വീക്ക്നെസ് ആയിട്ട് മാറും. നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് ഗോവിന്ദാക്കിക്കേണ്ടി വരും. ക്ലിയർ ആയോ? അതുകൊണ്ട് എല്ലാ ആളുകളും ഒരേപോലെ നിങ്ങൾ കാണരുത്. നിങ്ങളെ കൂടെ വരുന്ന ആളുകൾ റീറ്റെയിലിംഗ് ആണെങ്കിൽ റീറ്റെയിലിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക, റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ റിക്രൂട്ട്മെന്റ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക, ആളുകളെ സംഘടിപ്പിക്കാനുള്ള കഴിവാണെങ്കിൽ അത്തരം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ബിസിനസിനെ വളർത്തുക. ഇതൊന്ന് ഇരുന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ബിസിനസിന്റെ 10 ഇരട്ടി ബിസിനസ് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിന് യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ക്ലിയർ ആവണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ആവശ്യങ്ങളും സ്വപ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തണം. അത് ഷാർപ്പായിരിക്കണം. എനിക്ക് എന്റെ ആവശ്യങ്ങൾ എത്ര, എനിക്ക് കടബാധ്യത തീർക്കാനാണോ, അല്ലെങ്കിൽ മാസം ഒരു 10,000 രൂപ ഉണ്ടാക്കാനാണോ, അല്ലെങ്കിൽ 20,000 രൂപ ഉണ്ടാക്കാനാണോ, 50,000 രൂപയിലേക്ക് പോകാനാണോ, 1,00,000 രൂപയിലേക്ക് പോകാനാണോ, എനിക്ക് കാർ വാങ്ങാൻ എത്ര സമയം എനിക്ക് വേണ്ടി വരും? അങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടെത്തണം. സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. അതൊക്കെ എഴുതി വെക്കണം. അതിനുവേണ്ടി എനിക്ക് എത്ര ടീമിനെ വേണം? ഒരു 10 പേരെ ടീം ഉണ്ടാക്കി നടക്കുമോ? 50 പേരെ ടീം ഉണ്ടാക്കി നടക്കുമോ? ആ 10 പേരെ പഠിപ്പിച്ച് 10, 10, 100 പേരെ ടീം ഉണ്ടാക്കി എനിക്ക് നടക്കുമോ? ഇങ്ങനെയുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് അതിന് എത്രമാത്രം ആളുകളെ ഞാൻ സംഘടിപ്പിക്കണം, എത്രമാത്രം ബിസിനസ് കൂടി ഞാൻ കയറണം, ഏത് റാങ്കിലേക്ക് ഞാൻ പോകണം, അതിന് എത്ര സമയം ഞാൻ എടുക്കണം, ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഇനി നമ്മൾ ബിസിനസ് ചെയ്യാൻ. കാരണം എന്താണ്? മൈനസ് മാർക്കറ്റിംഗിന്റെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്ത നിങ്ങൾ ഇനി തോന്നിയതുപോലെ ബിസിനസ് ചെയ്യുന്ന ആളുകളായി മാറരുത്. വ്യക്തമായ പ്ലാനിങ്ങും വ്യക്തമായ ടാർഗറ്റുകളും വ്യക്തമായ ദീർഘവീക്ഷണവും വേണം. കാരണം എന്താണ്? ഈ ബിസിനസിന്റെ അകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരുപറ്റം ആളുകൾ നിങ്ങൾ കണ്ടു.
ആ പറയുന്ന ആളുകൾക്ക് ഈ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ പോകാൻ കഴിയണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 100% എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് രക്ഷപ്പെടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അതായത് ടെന്നീസ് ബോൾ അടിക്കുന്ന കഥ ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ എഫേർട്ട് കൂട്ടിയിടണം. എഫേർട്ട് ഇടാൻ നമുക്ക് അങ്ങനെ തോന്നുന്നത് എങ്ങനെയാണ്? നമുക്ക് ഒരു എഫേർട്ട് ഇടാൻ തോന്നുന്നത് ഒരു കരിയറിൽ, ഒരു ബിസിനസ്സിനകത്ത് എഫേർട്ട് ഇടാൻ തോന്നുന്ന കാര്യം എന്താണ്? ആവശ്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ ആവശ്യങ്ങൾ ഉണ്ടാവുമ്പോൾ, കോംപ്രമൈസ് ചെയ്യാതെ സ്വപ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാൻ തോന്നുക. ക്ലിയർ ആയോ? അതാണ് ദാഹം വരാതിരിക്കാൻ കാരണം, ക്ഷീണം വരാതിരിക്കാൻ കാരണം, തളർച്ച വരാതിരിക്കാൻ കാരണം. ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളില്ലാത്ത ആളുകൾക്ക് എന്താ സംഭവിക്കുക? അവർ ഇടപെട്ട ദിവസങ്ങളിൽ ചെയ്യും. ആ ഇടപെട്ട ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ കണ്ടിട്ട് അവർ രക്ഷപ്പെട്ടതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇടപെട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 4 വർഷക്കാലം കൊണ്ട് നിങ്ങൾ വിജയിക്കുന്ന ഒരു മേഖലയിൽ 8 വർഷം എടുക്കേണ്ടി വരും. ചിലപ്പോൾ 2 വർഷക്കാലം കൊണ്ട് നിങ്ങളെ ട്രാക്കിലാവുന്ന ബിസിനസ്സിനകത്ത് 4 വർഷം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ബിസിനസ്സിനകത്ത് നഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള കരിയറാണ് ഇതിനേക്കാളും ലാഭം എന്ന് ചിന്തിച്ച് ഈ ബിസിനസ് കിറ്റ് ചെയ്ത് പോകുന്ന ആളുകൾ എല്ലാവരും ഈ ഇടപെട്ട ദിവസങ്ങളിൽ ബിസിനസ് ചെയ്യുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. ക്ലിയർ ആയോ? അതുകൊണ്ട് ലക്ഷ്യബോധമില്ലാതെ, അവനവന്റെ സ്ട്രെങ്ത് കണ്ടെത്താൻ പറ്റാതെ ഈ ബിസിനസിന്റെ അകത്ത് നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങളുടെ ടീമിനെ അതേപോലെയാണ് നയിക്കുന്നതെങ്കിൽ ആ ടീമും നിങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ട് ഇതെല്ലാവരും സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചോളൂ. ഈ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയോ? അതിനകത്ത് വരയ്ക്കരുത്, കൈയോട്ട് വരയ്ക്കരുത്. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ ഈ സാധനം നാളെ മുതൽ നിങ്ങൾ നിങ്ങളുടെ ചെയ്തു കൊടുക്കും. എന്ന് പറഞ്ഞാൽ സ്വിച്ച് ബോർഡ് ആയിരിക്കണം. എന്താ സ്വിച്ച് ബോർഡ്? നിങ്ങളും നിങ്ങളുടെ ടീമും ശരിയായ രീതിയിൽ ട്രെയിനിങ്ങിന് വരണം, മീറ്റിങ്ങിന് വരണം, GTS വരണം, ഫീൽഡിൽ പോകണം, റീറ്റെയിലിംഗ് ചെയ്യും. ഇതാണ് സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ സ്വിച്ച് ഓൺ ആണോ? ഓൺ ആയിരിക്കണം. അത് എനർജിയോടുകൂടി അതിനകത്ത് ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യണം. വർക്ക് മോഡിലേക്ക് അത് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ തീരുമാനമാണ് സ്വിച്ച് ബോർഡ്. എനർജി എന്ന് പറയുന്നത് ട്രെയിനിങ് മീറ്റിംഗ് ആയിട്ട് കാണാം, വർക്ക് മോഡ് എന്ന് പറയുന്നത് ഫീൽഡ് ആയിട്ട് കാണാം. അങ്ങനെ 3 രീതിയിൽ നിങ്ങളെ കാര്യങ്ങളെ ഒന്ന് രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നല്ല രീതിയിൽ വിജയം ഉറപ്പാണ്. അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഇത്ര പണി അതിനകത്തുള്ളൂ. നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ടീം ചെയ്യും. നിങ്ങൾ മാറി നിന്നാൽ ടീം മാറി നിൽക്കും. നിങ്ങൾ പറയുന്നതൊന്നും ടീം ചെയ്യില്ല, നിങ്ങൾ ചെയ്യുന്നതേ ആ ടീം ചെയ്യും. ആ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു സംശയവും വേണ്ട. ഇതാണ് റിസൾട്ട് ആയിട്ട് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ ബിസിനസ് പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്, മൈനേഷൻ മാർക്കറ്റ് ഒരു ബിസിനസ് ആണോ? ബിസിനസ്സാണ്. ഏത് ബിസിനസ്സിനകത്ത് നിങ്ങൾ ഈ 4 പില്ലർ നോക്കിയാൽ മതി. ഒന്ന്, നിങ്ങൾ ഉപയോഗിക്കുന്നതായ മാർക്കറ്റ് ചെയ്യുന്നതായ ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ? ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിനകത്ത് വലിയ വളർച്ച ഉണ്ടാവും. നമ്മളുടെ എലമെന്റ്സ് വെൽനസിനും ഓണിനും ഡിമാൻഡ് ഉണ്ടോ? നിങ്ങൾ പറയാം. ഡിമാൻഡ് ഉണ്ടെങ്കിൽ ബിസിനസ് വിജയിക്കും, ഡിമാൻഡ് ഇല്ലെങ്കിൽ ബിസിനസ് വിജയിക്കില്ല. നിങ്ങൾ സാമാന്യ ബുദ്ധി മാത്രം വർക്ക് ചെയ്താൽ മതി. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ്, ഒരു ബിസിനസ് ഡിമാൻഡ് ഉണ്ടാവുന്നത്? അതിന്റെ ആ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ആയിരിക്കും. അപ്പൊ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവും. ക്ലിയർ ആവണ്ടല്ലോ? ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ ക്വാളിറ്റി ഉണ്ട്, ഡിമാൻഡ് ഉണ്ടെങ്കിൽ അടുത്ത എന്താണ്? ക്വാണ്ടിറ്റിയാണ്, അളവാണ്. ഇപ്പൊ സുരാജ് മാഷ് ഇതിന്റെ അകത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സുരാജ് മാഷ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ സുരാജ് മാഷ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്, ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റ്. ഒരു 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിന് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കാൻ തുടങ്ങിയോടുകൂടി നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ എണ്ണം വർദ്ധിക്കുകയും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കൂടുതൽ പ്രൊഡക്റ്റ് വേണം എന്ന് പറയുന്ന സമയത്ത് അത് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഈ പറയുന്ന കമ്പനിക്ക് ഇല്ലെങ്കിൽ ആ ബിസിനസ് പോയി. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, സുരാജ് മാഷിക്ക് ഒരു 10 ഗാജപ്രാവശ്യം കൊടുത്ത് റിസൾട്ട് കിട്ടി. അപ്പൊ 100 ഗാജപ്രാവശ്യത്തിന്റെ ഓർഡർ സുരാജ് മാഷിന് ഉണ്ടെങ്കിൽ ആ 100 ഗാജപ്രാവശ്യം കൊടുക്കാനുള്ള കപ്പാസിറ്റി കമ്പനിക്ക് ഉണ്ട്. PUC ഉണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, വയനാടുണ്ട്. അങ്ങനെ ഓൾ കേരളയിൽ ഒരു 10-20ഓളം സെന്ററുകളുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ ആയിരക്കണക്കിന് PUCകളിൽ ഈ സംവിധാനം കമ്പനി ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? അതുകൊണ്ട് ക്വാണ്ടിറ്റി, അളവാണ് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റി, എണ്ണം, അളവ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, സപ്ലൈ സിസ്റ്റം. എന്താ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത്? അതായത് ടാക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ അതിന്റെ കംപ്ലൈന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതോറിറ്റി ആയിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ലീഗൽ ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ മൈനേഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഈ ബിസിനസിന്റെ അകത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ് ആണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ഉണ്ടാക്കുന്നതിൽ, കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കിട്ടോ? ആ കമ്പനിയുടെ ആ ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കേഷൻ, ആയിഷ് സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യ സർട്ടിഫിക്കേഷൻ, അതുള്ളത് കൊണ്ടല്ലേ ഡിമാൻഡ് വരുന്നത്? ആ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ആളുകൾക്ക് കൂടുതൽ ആളുകളെ അന്വേഷിച്ചു വരുന്നത്? അതും നിങ്ങൾക്ക് PUC സംവിധാനത്തോട് കിട്ടുന്നില്ലേ? സപ്ലൈ സിസ്റ്റത്തിനകത്തും കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സുകാരാണ്, പക്ഷെ ഈ 4 കാര്യത്തിനകത്ത് നിങ്ങൾക്ക് ഒരു റിസ്ക് ഇല്ല. അപ്പൊ കാശ് മുടക്കേണ്ട സ്ഥലത്ത് മുടക്കാതെ
ആവശ്യമുള്ള സ്ഥലത്ത് കാശ് എറിയാതെ വലിയ ബിസിനസ് കാര്യം ചിന്തിക്കുന്ന പോലെ ലക്ഷങ്ങളോ കോടികളോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ, പക്ഷെ നമ്മളും ആഴ്ച 2-10 വാങ്ങുന്ന ബിസിനസ് തരാം, കോടികൾ ഉണ്ടാക്കുന്ന ബിസിനസ് തരാം. അപ്പൊ ഇതിനേക്കാൾ നല്ല ബിസിനസ് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മളെ ഡ്യൂട്ടി എന്താണ്? നമ്മളെ ഡ്യൂട്ടി ഇവിടെയാണ്. എന്താണ്? സപ്ലൈ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ഇടപെടണം. എങ്ങനെയാ സപ്ലൈ സിസ്റ്റത്തിൽ ഇടപെടുക? അതിനകത്ത് കുറച്ച് പ്രോഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടാവണം, കസ്റ്റമർ ക്രിയേഷൻ നടക്കണം, മാക്സിമം ആളുകളുടെ ബ്രാൻഡിനെയും ഷോപ്പിനെയും നിങ്ങൾ മാറ്റം വരുത്തണം. നിങ്ങൾ ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ഫീൽഡിലേക്ക് നിങ്ങൾ ഇറക്കിക്കൊണ്ടേയിരിക്കണം. ആ കസ്റ്റമറിലൂടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലുള്ള ഈ ഫ്രാഞ്ചൈസി സിസ്റ്റത്തിനെ വളർത്തി വലുതാക്കണം. അതായത് അവനവന്റെ ബിസിനസ് ആണ് മൈലേജ് മാർക്കറ്റിംഗ്. അവനവന്റെ ബിസിനസ് ആണ് മൈലേജ് മാർക്കറ്റിംഗ്. നിങ്ങൾ ആരെയും ചാരി നിൽക്കണ്ട, ഒരു ടീം ഏജിയിൽ ചാരി നിൽക്കണ്ട, ടീം അതായത് നിങ്ങൾ അപ്ലൈ ലീഡർ നിങ്ങൾ ചാരി നിൽക്കണ്ട. നിങ്ങൾക്കൊരു ബിസിനസ് ആയിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നെക്സസ് പ്രോഗ്രാമിന് ശേഷം ഇതൊരു വലിയ ബിസിനസ് ആയി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് വിജയിപ്പിക്കേണ്ട ബിസിനസ് ആണ് മൈലേജ് മാർക്കറ്റിംഗ്. അതിന്റെ ഭാഗമായി കിട്ടുന്ന ഇത്തരം സപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ വളർത്തുക, അതിനുള്ള കപ്പാസിറ്റിക്ക് നിങ്ങൾ ഇന്ന് എടുക്കുക. ക്ലിയർ ആയോ? ഇതൊക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ചാരി നിന്നാൽ ചുമരുണ്ടാവുന്നവരെ, ചുമരില്ലെങ്കിലും മറിഞ്ഞു വീഴും എന്ന് പറയുന്ന പോലെ നിങ്ങൾ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2 കാലം നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇത്തരം ട്രെയിനിങ്ങിലൂടെയും മീറ്റിങ്ങിലൂടെയും നിങ്ങൾ ആർജിച്ചെടുക്കണം. അത് 6 മാസം കൊണ്ട് വേണം ഞാൻ പറയുന്നില്ല, 1 കൊല്ലം കൊണ്ട്, 2 കൊല്ലം കൊണ്ട്, 5 കൊല്ലം കൊണ്ട്, 8 കൊല്ലം കൊണ്ട് വേണമെന്ന് പറയുന്നില്ല. ഇപ്പൊ 8 വർഷമായി ഞാൻ കരിയർ ചെയ്യുന്നു. ഡയറക്ട് സെല്ലിങ്ങിനകത്ത് 15 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ബിസിനസിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ വളർന്നിട്ടുണ്ട്. ഇനി ഒരുപാട് വളരണം. ഇതേപോലെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് വലിയ വലിയ വളർച്ച നിങ്ങൾക്ക് ഉണ്ടാവുക. ഞാനൊരു ഗ്രാഫ് കാണിച്ചു, ഇത് പലതവണ എന്റെ ടീമിന്റെ ഭാഗമായി ഞാൻ സംസാരിച്ച കാര്യമാണ്. നോക്കൂ, ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലും തമ്മിലുള്ള കമ്പാരിസൺ ആയിട്ട് കണ്ടാൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യൂ ഓഫ് കോർണർ മാറണം, കാഴ്ചപ്പാട് മാറണം. കാഴ്ചപ്പാട് മാറിയാൽ, മൈൻഡ് ബ്ലോക്ക് മാറിയാൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസിന്റെ പേരാണ് മൈനസ് മാർക്കറ്റ്. നിങ്ങളുടെ ശത്രു നിങ്ങളാണ്. ഒരു കോടീശ്വരനാവാനും ലക്ഷാധിപതിയാനും നിങ്ങൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ആ മനസ്സിന്റെ ഉള്ളിലെ ശത്രു നിങ്ങളൊന്ന് കീഴ്പ്പെടുത്തിയാൽ മതി. ക്ലിയർ ആവുണ്ടല്ലോ? ഇപ്പൊ ഇതിനകത്ത് റെഡ് കളറുകളാണ്. ആ റെഡ് കളർ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസ് ആണ്. യെല്ലോ കളർ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ്, നമ്മളുടെ മൈനസ് മാർക്കറ്റിംഗ് ആയിട്ട് കാണണം. ബ്ലൂ കളർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ, അതിന് വേണ്ട മുതൽ മുടക്കായിട്ട് നിങ്ങൾ കാണണം. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊള്ളണം. നല്ല രീതിയിലെ കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ 1 ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് 10 ലക്ഷം രൂപയെങ്കിലും അതാത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഏതിലാണ് ഞാൻ പറയുന്നത്? ട്രഡീഷണൽ ബിസിനസ്, പരമ്പരാഗത രീതിയിലുള്ള കച്ചവടം. 10 ലക്ഷം രൂപ മുതൽ മുടക്കിയ 1 ലക്ഷം രൂപ കിട്ടൂല. ഒരു 20 ലക്ഷം രൂപയെങ്കിലും മുതൽ മുടക്കിയാൽ കിട്ടും. ഇവിടെ എന്തിനാണ് 1 ലക്ഷത്തിന് 10 ലക്ഷം വെക്കാൻ കാരണം? അതിന് 10% രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ എളുപ്പം കൊണ്ടാണ് അത് വെക്കാൻ കാരണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഡയറക്ട് സെല്ലിംഗ് മൈനസ് മാർക്കറ്റിംഗ് ആണെങ്കിലോ മിനിമം ഒരു 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ. ഏത് പ്രൊഡക്റ്റ്? ഈ പ്രൊഡക്റ്റ്. ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ കുറ്റം പറയാനുള്ളത്? പേസ്റ്റ് നല്ലതല്ലേ? ഷാമ്പു നല്ലതല്ലേ? ഹെയർ ഓയിൽ നല്ലതല്ലേ? ലിവിഗൈൻ സിറപ്പും കപ്പിൽ നല്ലതല്ലേ? ന്യൂട്രലൈസ് നല്ലതല്ലേ? കവചപ്രാശ് നല്ലതല്ലേ? 95 നല്ലതല്ലേ? ഇതൊക്കെ നല്ല പ്രൊഡക്റ്റ് അല്ലേ? അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടല്ലോ. പകരം നിങ്ങൾക്ക് ഒരു 10 ആളുകൾക്ക് കൊടുക്കാൻ ആവശ്യമായ പ്രൊഡക്റ്റുകൾ, ഒരു 100-150ഓളം പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. ഒരു 10-50ഓളം പ്രൊഡക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 50 പ്രൊഡക്റ്റ് വേണ്ട, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, വാല്യുബിൾ ആണ്, മറ്റുള്ള ആൾക്കാർ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോട് കൂടി നിങ്ങൾ ഇന്ന് തന്നെ ഒരു 10 എണ്ണത്തിന്റെ സ്റ്റോക്ക്, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന 10 എണ്ണത്തിന്റെ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിക്കും. അതേപോലെ നിങ്ങളുടെ ടീമിനെ കൊണ്ട് ഇതേപോലെ നിങ്ങൾ വാങ്ങിപ്പിക്കും. എന്നിട്ട് ഒരു ബിസിനസ് എന്ന രീതിയിൽ ഇതിനൊന്ന് വളർത്തി വലുതാക്കാൻ നിങ്ങൾ തയ്യാറാവും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഇതിന്റെ മെച്ചം? നോക്കൂ, ഒരു 50,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മാസം വരുമാനത്തിൽ എത്താൻ പറ്റുന്ന സ്ട്രാറ്റജി ഞാൻ പഠിപ്പിച്ചുതരാം. നോക്കൂ, നെക്സ്റ്റ് ഒരു 2 ലക്ഷം രൂപ മാസ വരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ ട്രഡീഷണൽ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം 50,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ 50,000 രൂപയുടെ പ്രൊഡക്റ്റിലൂടെ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആക്കിയ ആളുകളിലൂടെ അവരുടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. ടീം ഉണ്ടെങ്കിൽ. ടീം ഇല്ലെങ്കിലും വീണ്ടും 50,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് വീണ്ടും നിങ്ങൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തോളൂ. അടുത്ത് നോക്കൂ, നമുക്കൊരു 5 ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടാക്കണമെങ്കിൽ 50 ലക്ഷം രൂപ ട്രഡീഷണൽ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം 50,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി. അത് 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. 10 ലക്ഷം രൂപ ട്രഡീഷണൽ നിങ്ങൾക്ക് ഈ ട്രഡീഷണൽ ബിസിനസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1 കോടി രൂപയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം 50,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പോയാൽ മതി. നോക്കൂ, 1 കോടി രൂപ നിങ്ങൾക്ക് മാസം റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് അതിന്റെ കണക്ക്. നോക്കൂ, നെക്സ്റ്റ് ട്രഡീഷണൽ ബിസിനസിന്റെ അകത്ത് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട്.
എന്ന് പറഞ്ഞാൽ 5 കൊല്ലക്കാലം കൊണ്ടാണ് മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുക. മുതൽ മുടക്ക് എന്താ? മുതൽ മുടക്ക് നിങ്ങൾ ഏത് മേഖലയിലാണോ ആ തുടങ്ങാൻ വേണ്ടി നിങ്ങൾ മുടക്കിയ മുതൽ, ആ മുടക്കിയ മുതൽ തിരിച്ചു പിടിക്കാൻ 5 കൊല്ലം എടുക്കും. അപ്പൊ 5 കൊല്ലത്തിന് ശേഷം മാത്രമേ അതിൽ ലാഭമായിട്ട് വരുന്നുള്ളൂ. അതുവരെ കിട്ടുന്ന പൈസയൊക്കെ മുതൽ മുടക്കിലേക്ക് പോവുകയാണ്. ക്ലിയറായോ? ഇവിടെ മൈലേജ് മാർക്കിന് 50,000 രൂപയുടെ പുറത്തു വന്ന ആളുകൾക്ക് ഏതാണ്ട് 2,500 രൂപയുടെ അടുത്ത് അക്കൗണ്ട് തിരിച്ചു കയറും. ഇനി നിങ്ങൾ ആ വാങ്ങുന്നെങ്കിൽ 4,000 രൂപയുടെ അക്കൗണ്ട് തിരിച്ചു കയറും. 50,000 രൂപയുടെ കുറച്ച് 70,000 രൂപ വിൽക്കാം എന്ന് പറഞ്ഞാൽ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാൻ ഒരാഴ്ച മതി, 5 കൊല്ലം വേണ്ട. അപ്പൊ ആ ബിസിനസ് ഈ ബിസിനസ് തമ്മിലുള്ള കമ്പാരിസണുകൾ നോക്കിയൊക്കെ മനസ്സിലാവും. നോക്കൂ, 50% ട്രഡീഷണൽ ബിസിനസ്സുകളും 1 കൊല്ലം കൊണ്ട് തകരും. അതായത് 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം, 1 കോടി, 10 കോടി മുതൽ മുടക്കിയാൽ പോലും ആ ബിസിനസിന്റെ 50% ബിസിനസ്സുകളും 1 കൊല്ലം കൊണ്ട് തകരും. നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് തകർച്ചയാണുള്ളത്? ഈ ബിസിനസ്സിന്റെ എന്തിനാ നഷ്ടപ്പെടാൻ? 50,000 രൂപയുടെ പുറത്തെടുത്ത് ആ 50,000 രൂപയുടെ പുറത്ത് ഒരു പേസ്റ്റ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, ഹെയർ ഓയിൽ ആയിക്കോട്ടെ, ഷാമ്പു ആയിക്കോട്ടെ, അതൊക്കെ 3 കൊല്ലം എക്സ്പയറി പീരീഡ് ഉണ്ട്. പേസ്റ്റ് ഒക്കെ കുറച്ചുകൾക്ക് 1 കൊല്ലം, 1.5 കൊല്ലം ഈ പറയുന്ന എക്സ്പയറി പീരീഡ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ പരാജയപ്പെടില്ല. നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് ആ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ നഷ്ടം ഒരിക്കലും വരാത്ത സിറ്റുവേഷൻ ഉണ്ട്. നോക്കൂ, അടുത്ത നിങ്ങൾക്ക് ഒരു 80% ബിസിനസ്സും 5 കൊല്ലം കൊണ്ട് തകരും. എന്ന് പറഞ്ഞാൽ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുന്ന സിറ്റുവേഷൻ തന്നെ 80% ബിസിനസ് തകർന്നു പോകും. നെക്സ്റ്റ് നോക്കൂ, ഒരു 96% ബിസിനസ് 10 കൊല്ലം കൊണ്ട് തകരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് ലാഭം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബിസിനസ് പോലും 10 വർഷം തികയുന്നതിന് 96% ബിസിനസ് തകരും. അതും കഴിഞ്ഞ് 4% ബിസിനസ്സുകളാണ് സർവൈവ് ചെയ്യുന്നത്, എന്ന് പറഞ്ഞാൽ വിജയിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, വലിയ വലിയ എക്സ്പേർട്ട് ആയ ബിസിനസ്സുകാരിൽ 4% മാത്രം ആളുകൾ വിജയിക്കുകയും 96% ആളുകൾ പരാജയപ്പെട്ടു പോകുന്ന ബിസിനസ്സാണ് പുറത്തുള്ള ബിസിനസ്. ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരാളിന്റെ അത് പരാജയപ്പെടും, എന്തെങ്കിലും സാധ്യത ഇല്ലാത്തതുണ്ട്. ഇവിടെ പരാജയം എന്ന് പറയുന്ന വാക്കില്ല. പകരം എന്താണ് ഇതിനകത്ത് നിർത്തിപ്പോകുന്നേ, ഉപേക്ഷിച്ച് പോകുന്നേ, ശ്രമിക്കാതിരിക്കുന്ന ആളുകൾക്ക് ഒന്നും കിട്ടില്ല എന്നുള്ളത് പരാജയം എന്ന് പറയുന്ന വാക്കായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്തുന്നില്ല. നിങ്ങൾ അങ്ങനെ കണ്ടോളൂ. ക്ലിയറായോ? പക്ഷേ പരാജയം എന്ന് പറയുന്നത് അതല്ല, നഷ്ടങ്ങളാണ് പരാജയം. ക്ലിയറായോ? നഷ്ടങ്ങൾ 10 ലക്ഷം മുടക്കി 10 ലക്ഷം രൂപ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ മുതൽക്ക് 2 ലക്ഷം നഷ്ടപ്പെടുന്നത്, അതാണ് പരാജയം പറയുന്നത്. അത്ര പരാജയം പോലും ഇല്ല. നിങ്ങൾ ചിലപ്പോൾ ഈ ബിസിനസ് നിർത്തിപ്പോകുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു TC ആയിരിക്കാം, ATC ആയിരിക്കാം, DTC ആയിരിക്കാം, അതുവരെ കിട്ടിയ ഒരു വരുമാനം, അവിടെ നിന്നാണ് നിങ്ങൾ നിർത്തിപ്പോകുന്നത്. അപ്പൊ കിട്ടിയ വരുമാനം ലാഭമല്ലേ? അപ്പൊ ലാഭത്തിലല്ലേ ഭൂരിഭാഗം ആളുകൾ ബിസിനസ് ശ്രമം ഉപേക്ഷിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കാനുള്ള കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? സ്വപ്നങ്ങളില്ല, ഡ്രീമുകളില്ല, സ്വിച്ച് മോഡ് ഓണല്ല, എനർജി മോഡ് ഓണല്ല, വർക്ക് മോഡ് ഇല്ല. ക്ലിയറായോ? അത്തരം ആളുകൾക്കാണ് ഈ ബിസിനസ്സിനകത്ത് പരാജയം എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ അത് അവർക്കാണ് സംഭവിക്കുന്നത്. പകരം ഈ ബിസിനസ്സിനകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി ശ്രമിക്കുന്ന ആൾക്കാർ ഈ ബിസിനസ്സിന്റെ അകത്ത് ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കുന്ന ഉറപ്പല്ലേ? ഈ ഗ്രാഫ് കണ്ടിട്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ ബിസിനസ്സിനകത്ത് 2 കൊല്ലം കൊണ്ട് ഞാൻ ഇതിനകത്ത് ട്രാക്കിൽ വന്നിട്ടുണ്ട്, ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. 2 കൊല്ലം കൊണ്ട് ഞാനൊരു സീലിംഗ് അച്ചീവ് ആണ്. ആഴ്ച 2,10,000 രൂപ വരുമാനം വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ 16 ലക്ഷം രൂപ കൊണ്ടായി വരണ കാർ അച്ചീവർ ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ നാഷണൽ ടീം കോർഡിനേറ്റർ ആയി എനിക്ക് 2 കൊല്ലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഭ്രമനം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഞാൻ പ്രൂവ് ചെയ്ത ഒരാളാണ്. വെല്ലു സാറിനെ സംബന്ധിച്ച് ഒരു 2 വർഷക്കാലം കൊണ്ട് തന്നെ വെല്ലു സാറ് വലിയ നേട്ടങ്ങളിലേക്ക് വെല്ലു സാറ് പോയിട്ടുണ്ട്. ക്ലിയർ ആയ ഒരു മാസം ഒരു 4 ലക്ഷം രൂപയ്ക്ക് മേലേക്ക് മാസം വരുമാനം ആ 2 വർഷക്കാലം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അനീസ് സാർ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹത്തിന്റെ മാസം വരുമാനം നിങ്ങൾക്ക് അറിയാം 30 ലാക്ക് 40 ലാക്കിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. നമ്മളെ മുബീൻ മുഹമ്മദ് എന്ന വ്യക്തി 1 കോടി രൂപയിലേക്ക് അദ്ദേഹം മാസ വരുമാനം ഉയർത്തിയിട്ടുണ്ട്. ക്ലിയറായോ? ഇനി കൊറോണ എന്ന് പറയുന്ന ഒരു കാലഘട്ടം വന്നു. ഏറ്റവും പ്രതിസന്ധി കൊറോണ കാലഘട്ടമായിരുന്നല്ലോ. ഇപ്പൊ ബിസിനസ്സിനകത്ത് പ്രതിസന്ധി ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ കൊറോണ എന്ന് പറയുന്ന കാലഘട്ടം നിങ്ങൾ മറന്നുപോയി. കൊറോണ എന്ന് പറയുന്ന കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പൊ എന്ത് പ്രതിസന്ധിയാണുള്ളത്? ഇപ്പൊ അനുകൂലമായ സാഹചര്യം മാത്രമാണത്, പ്രതികൂലമായ സാഹചര്യമേ ഇല്ല. ആ പ്രതികൂലമായ സാഹചര്യം നമ്മളെ മൈൻഡിൽ മാത്രമാണ്. അതാ ഞാൻ സൂചിപ്പിച്ചത്. മൈൻഡ് ബ്ലോക്ക് മാറിയാൽ ലക്ഷാധിപതിയും കോടീശ്വരനാകാൻ പറ്റുന്ന ബിസിനസിന്റെ പേരാണ് മൈലേജ് മാർക്കറ്റിംഗ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ മുബീൻ സാറ് ബിസിനസ് നിർത്തി, അനീസ് സാറ് ബിസിനസ് നിർത്തി, വെല്ലു സാറും ഞാനും ബിസിനസ് നിർത്തി. നോക്കൂ, ഞങ്ങൾ വീഴുന്നത് എവിടെയാണോ തുടങ്ങിയത് അവിടെയാണ് വീഴുന്നത്. എന്ന് പറയാൻ താഴോട്ടേക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. 10 ലക്ഷം മുടക്കിയിട്ടില്ല, 20 ലക്ഷം മുടക്കിയിട്ടില്ല, 50 ലക്ഷം മുടക്കിയിട്ടില്ല, 1 കോടി മുടക്കിയിട്ടില്ല, 10 കോടി മുടക്കിയിട്ടില്ല. കിട്ടിയത് മൊത്തം ലാഭം. അതുകൊണ്ട് ബഹുമാന്യരായ നിങ്ങളോട് പല ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പലരെ എനിക്ക് പേഴ്സണലി അറിയാം, ഈ ബിസിനസിന്റെ അകത്ത് അനാവശ്യമായ ചിന്തകളൊന്നും തലച്ചോറിലേക്ക് കയറ്റരുത്.
ശ്രമങ്ങൾ ഉപേക്ഷിക്കരുത്. എന്റെ റാങ്ക് കയറിയില്ല, എന്റെ ടീം ആക്റ്റീവ് ആയില്ല, അല്ലെങ്കിൽ എനിക്ക് വലിയ മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ഇതൊന്നും ചിന്തിച്ചിട്ട് ഡെസ്പായി നെഗറ്റീവായി ഈ പണി നിർത്തിപ്പോയാണ്ടല്ലോ 3 തലമുറയോടുകൂടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ശാപമായി അത് മാറും. ക്ലിയറായോ? അതുകൊണ്ട് നിങ്ങൾ ഈ റാങ്ക് കയറിയില്ലെങ്കിലും സ്ട്രഗിളിംഗ് ആണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവിടെ നിങ്ങളുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കുക, അത് തിരുത്തി ഒന്നും കൂടി ഊർജ്ജസ്വലരായി പ്രവർത്തിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാകും. അതുകൊണ്ടല്ലേ ഇത്ര സപ്പോർട്ടുകൾ നമ്മൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായി തരുന്നത്. ഇതുകൊണ്ടല്ലേ DTC സെലിബ്രേഷനോ ZTC സെലിബ്രേഷനോ ST സെലിബ്രേഷനോ നിങ്ങൾ മുന്നിൽ വരുന്നത്. ഇതുകൊണ്ടല്ലേ പല പല കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ മുന്നിൽ വരുന്നത്. അതുകൊണ്ട് ശ്രമങ്ങൾ ഉപേക്ഷിക്കുകയാണോ വേണ്ടത്, കൂടുതൽ കരുത്തോടു കൂടി ശ്രമിക്കുകയാണോ വേണ്ടത്? ഈ ഗ്രാഫ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത്തരം ചിന്തകളല്ലേ ഈ ഒരു വലിയ ബിസിനസ്സാണ്, വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്ത് പോകണം എന്നുള്ള ചിന്ത നമുക്ക് വരാൻ കാരണം ഈ ഒരു ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലിംഗും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ മനസ്സിലാക്കിയ സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ എഫേർട്ടാണ്. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സമയമാണ്, അല്ലാതെ പണമല്ല. അതുകൊണ്ട് സമയത്തിനെയും എഫേർട്ടിനെയും കൂടുതൽ കൂട്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അത് ഇൻവെസ്റ്റ്മെന്റ് ആയി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഫിനിഷ് പക്ഷിയെ പോലെ പറന്നുയരാൻ പറ്റുന്ന ഒരു ബിസിനസിന്റെ പേരാണ് മൈനസ് മാർക്കറ്റിംഗ്. അതിൽ കൂടുതൽ കരുത്തോടു കൂടിയാണ് AG എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അനാവശ്യമായ ചിന്തകൾ മാറ്റുക, കറക്റ്റായ കാര്യങ്ങൾ ചെയ്യുക. ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ് എന്ന് മനസ്സിലാക്കി വിജയിച്ച ആളുകളെ മാത്രമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ക്ലിയർ ആയോ? അതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ലായ്മ ആത്മഹത്യക്ക് സമമാണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ആളുകളാണോ നിങ്ങൾ? കോൺഫിഡൻസ് കുറഞ്ഞ ആൾക്കാരാണോ നിങ്ങൾ? നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. വീട് വിട്ടിറങ്ങുക, കൃത്യം രാവിലെ 6 മണിക്ക് കട്ടൻ ചായ കുടിച്ച് ഇറങ്ങുക. വീട്ടിലിരുന്നാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒരു വീട്ടിലിരുന്നാൽ ഒരു ബിസിനസ്സുകാരൻ, കാര്യം നമ്പർ 1, ഒന്ന് മൈൻഡ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഫുൾ ടൈമർ ആയ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒരു കാര്യം കൂടി അഡീഷണലി കിട്ടും. എന്താണ്? ബാധ്യത കൂടിക്കൊണ്ടിരിക്കും. കാരണം മറ്റുള്ളൊരു മേഖല ഉപേക്ഷിച്ചിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നത്. അതുകൊണ്ട് മൈൻഡ് നെഗറ്റീവ് ആകുകയും വീട്ടിലിരിക്കുന്ന സമയത്ത് ബാധ്യത കൂടിക്കൊണ്ടിരിക്കും. ആ ബാധ്യത ഒന്നും മൈനസ് മാർക്കറ്റിംഗ് ഉണ്ടാക്കുന്ന ഭാഗമല്ല. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒരു മാസം ജീവിക്കണമെങ്കിൽ 20,000 രൂപ 30,000 രൂപ മാസം വരുമാനം വേണമെന്നുണ്ടെങ്കിൽ ആ വരുമാനം മൈനസ് മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം. അത് വീട്ടിലിരുന്നാൽ മൈനസ് മാർക്കറ്റ് വെറുതെ ഇടില്ല, അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ക്ലിയർ ആയോ? അതുകൊണ്ട് ബാധ്യതകൾ കൂടാതിരിക്കാൻ, നെഗറ്റീവായ രീതിയിൽ നിങ്ങളുടെ മൈൻഡ് പോകാതിരിക്കാൻ ഒരിക്കലും വീട്ടിൽ കയറാതെ ചെയ്യേണ്ട ബിസിനസിന്റെ പേരാണ് മൈനസ് മാർക്കറ്റ്. ക്ലിയർ ആയോണ്ടോ? അതുകൊണ്ട് ഇറങ്ങിയാൽ ഇറങ്ങത് പോയിരിക്കണം. ഞാൻ നിങ്ങളോട് ഫുൾ ടൈമർ ആവാനൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ ഫുൾ ടൈമറായി ചെയ്ത ആളാണ്, വെല്ലസാർ ഫുൾ ടൈമർ ചെയ്ത ആളാണ്. ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് എടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഈ ബിസിനസ് കയ്യിൽ കിട്ടി അന്ന് മുതൽ അവരുടെ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം കരിയറായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കാണുന്ന വലിയ ഉയരത്തിലേക്ക് നമ്മൾ പോകാനുള്ളത്. പക്ഷേ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, എന്റെ കോൺഫിഡൻസ് ലെവൽ ഒരിക്കലും താഴാൻ പാടില്ല. ഈ കോൺഫിഡൻസ് എവിടുന്നാ കിട്ടുക? ഈ ഫുഡ് എവിടുന്നാ കിട്ടുക? ഈ ബ്രെയിൻ ഫുഡ് എവിടുന്നാ കിട്ടുക? ട്രെയിനിങ്ങിലും മീറ്റിംഗിലും നിരന്തരമായി അറ്റൻഡ് ചെയ്യണം, കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ അതിന്റെ ഇടയിൽ വേറെ പണിക്ക് പോകാൻ പാടില്ല. ക്ലിയർ ആയോ? നമുക്ക് കല്യാണം, കാതുകുത്ത്, അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ സ്കൂളാക്കൽ, ആ പരിപാടിയൊക്കെ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യണം? വേറെ ആളുകളെ ഏൽപ്പിക്കുകയോ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തുകയോ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഒരു പരിപാടി മൈനസ് മാർക്കറ്റിംഗ് അത് പറ്റൂല. ക്ലിയർ ആയോട്ടോ? ആ പറയുന്ന ചിന്തയിൽ നിന്നാണ് നിങ്ങൾ മാറേണ്ടത്. ആ കോൺഫിഡൻസ് ഇല്ലായ്മ ഈ ബിസിനസ്സിനകത്ത് നിങ്ങളെ പരാജയപ്പെടുത്തും. നെക്സ്റ്റ്, പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾക്ക് ബിസിനസ്സിനകത്ത് വലിയ വളർച്ചയില്ല, ചെറിയ ലാഗിങ് ഒക്കെ ഉണ്ട്, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതിന് പകരം ഉപേക്ഷിച്ചു പോകരുത്. പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ പിടിച്ചു നിൽപ്പ്, ചെറുത്ത് നിൽപ്പ്. ഇടിച്ചിടിച്ചു നിന്നാൽ പിടിച്ചു കയറാം, മടിച്ചു നിന്നാൽ നീരിച്ചാകാം. ഇതാണ് ലോകം. ക്ലിയർ ആയി? അതുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത്. പ്രതികൂലമായ സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ പിടിച്ചു നിൽക്കണം. പക്ഷെ പ്രതികൂലം ഏതാണ്, അനുകൂലം ഏതാണ് തിരിച്ചറിയണം. പല ആളുകൾ പറയുന്നത്, സാറേ ഇപ്പൊ വലിയ പ്രതികൂലമാണ് സാറേ, ഇവനൊക്കെ തിരട്ടിക്കണം. ക്ലിയർ ആയോ? എന്ത് പ്രതികൂലവും? ഈ ഫെബ്രുവരി മാസം 19-ാം തീയതി കഴിഞ്ഞ് ഗവൺമെന്റ് തലത്തിൽ വന്ന മാറ്റം ഈ പബ്ലിക് പോസിറ്റീവായി, ഗവൺമെന്റ് പോസിറ്റീവായി, ട്രേഡ് യൂണിയൻ പോസിറ്റീവായി, മൊത്തത്തിൽ ആളുകൾ പോസിറ്റീവായി. ഈ പോസിറ്റീവായ സമയത്ത് മാർക്കറ്റ് മൊത്തം പോസിറ്റീവ് നിൽക്കുന്ന സമയത്ത് പ്രതികൂലമാണെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിരിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ഉപയോഗിച്ച് വളരുകയാണോ വേണ്ടത്? ഇപ്പൊ എന്ത് പ്രതികൂലം? അതേപോലെ നെക്സസ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എന്ത് പ്രതികൂലം? ഏറ്റവും അനുകൂലമായ സാഹചര്യം വരുന്നത്. ഇതിപ്പോ 7-ാം മാസം, ഇത് കാലവർഷം കുറച്ച് നേരത്തെ വന്നു.
അപ്പൊ മഴക്കാലത്ത് നിങ്ങൾ ഏതെങ്കിലും ആയുർവേദ ഡിസ്പെൻസറിയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഡിസ്പെൻസറിന്റെ ചുമരിന്റെ മുകളിൽ കാര്യം എഴുതിയിട്ടുണ്ടോ? എന്താ എഴുതി വെച്ചത്? അതായത് മഴക്കാലത്ത് എനിക്ക് പേടിയില്ല, ഞാൻ ജീവിക്കുന്ന ആയുർവേദത്തിലൂടെയാണ്. മഴക്കാലത്ത് എനിക്ക് പേടിയില്ല, ഞാൻ ജീവിക്കുന്ന ആയുർവേദത്തിലൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ആയുർവേദ കൊടുത്ത എന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫുഡ് സപ്ലിമെന്റ് എന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഇത് പ്രതികൂലമാണോ അനുകൂലമാണോ? മഴ പെയ്യുന്നത് പ്രതികൂലമാണോ അനുകൂലമാണോ? അനുകൂലമായിട്ട് ഞാൻ കാണുന്നത്, നിങ്ങൾ പ്രതികൂലമായിട്ട് കാണുന്നുണ്ടോ? അത് നിങ്ങളുടെ വ്യൂ ഓഫ് കോർണറിന്റെ കുഴപ്പമാണ്. ക്ലിയറായോ? അതുകൊണ്ട് ഒരു പ്രതികൂലമായ സാഹചര്യം ഇപ്പൊ ഇല്ല. അതുകൊണ്ട് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് തിരിച്ചെടുക്കുക. ആ പ്രതികൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ഇല്ല എന്ന് മനസ്സിലാക്കി അനുകൂലമായ സാഹചര്യം ആക്കാൻ വേണ്ടി നല്ല എഫേർട്ട് ഇട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കമ്പനി മാനേജ്മെന്റ് നമ്മുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ. എന്തിനായിരിക്കും കമ്പനി പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ തരാനുള്ള കാരണം? എന്താണ് ഈ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ? ഞാൻ പറയാൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം. ബിസിനസ്സിനകത്ത് നല്ല വിജയം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന 2 സ്ട്രാറ്റജികൾ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതിനുള്ള ഒരുപാട് പ്രൂഫ് ഞാൻ തരാം. കൊറോണ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഈ FPOP ഫ്രീ പ്രോഡക്റ്റ് ഓഫർ പർച്ചേസ് ആ ഓഫർ കമ്പനി തന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ വിജയിപ്പിച്ചില്ലേ? അപ്പൊ 10,000 രൂപയ്ക്ക് നമുക്ക് നേരത്തെ കൊടുത്ത എത്രയാണ്? 500 രൂപയുടെ പ്രൊഡക്റ്റാ. ഇപ്പൊ എത്രയാണ്? 750 രൂപ പ്രൊഡക്റ്റ്. 15,000 രൂപയ്ക്ക് നേരത്തെ കമ്പനി കൊടുത്ത എത്ര ഓഫറായിരുന്നു? 750 ആണ്. ഇപ്പൊ എത്രയാണ്? 1000 രൂപയുടെ ഓഫറാണ്. ഇത് ഞാൻ എന്റെ ടീമിനോട് സംസാരിച്ച സമയത്ത് ടീമിൽ 1-2 ആൾക്കാർ ചോദിച്ചു, സാറേ ഞങ്ങൾക്കില്ലാലോ. എന്നോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്കില്ലാലോ ഈ ഓഫർ? ഇല്ല, ഇത് ന്യൂ കമേഴ്സിനാ, പുതിയതായി ജോയിൻ ചെയ്യുന്ന ആളുകൾക്കാ. ക്ലിയർ ആയോ? അവർക്ക് 10,000 രൂപയുടെ പുറത്ത് 750 രൂപയുടെ ഓഫർ ഉണ്ട്, 15,000 1000 രൂപയുടെ ഓഫർ ഉണ്ട്. ID അടിച്ച് നിങ്ങൾ പോലത്തെ ആൾക്കാർക്ക് ഇല്ല. ഇനി അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നെ ബ്രാഞ്ച് 1-ലോ ബ്രാഞ്ച് 2-ലോ എവിടെയാണോ നിങ്ങളുടെ വീക്ക് സൈഡ്, ആ വീക്ക് സൈഡിൽ നിങ്ങൾ ആ പേരിലോ നിങ്ങളുടെ ഭാര്യന്റെ പേരിലോ 18 വയസ്സ് പൂർത്തിയ മക്കളുടെ പേരിലോ ID അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ പർച്ചേസ് വാങ്ങാം. ഞാൻ പറയുന്നത് നിങ്ങൾ അത് വാങ്ങണ്ട. 10,000-ന്റെയും 15,000 രൂപയുടെ ഓഫർ പർച്ചേസ് നിങ്ങൾ വാങ്ങണ്ട. നിങ്ങൾക്കുള്ള കാര്യം എന്താ അറിയോ? നിങ്ങൾക്കുള്ള കാര്യമാണ് ഈ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ. എന്താണെന്നറിയാമോ? നോക്കൂ, നിങ്ങളുടെ IDയിൽ മന്ത്ലി പർച്ചേസ് ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ മുതൽ STC വരെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയുടെ മന്ത്ലി പർച്ചേസ് വേണമല്ലോ. 1000 രൂപയുടെ ആ 1000 രൂപയുടെ മന്ത്ലി പർച്ചേസിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് 5000 രൂപയുടെ മന്ത്ലി പർച്ചേസ് ചെയ്യുക. ആരിഫ മാഡം എന്തിനാണ് ഇങ്ങനെ വരയ്ക്കുന്നത്? ആരിഫ മാഡം 1000 രൂപ മന്ത്ലി പർച്ചേസിന് പകരം 5000 രൂപയുടെ മന്ത്ലി പർച്ചേസ് ചെയ്യണം. അപ്പൊ ചില ആൾക്കാർ സാറേ 5000 ചെയ്യണമല്ലോ. നിങ്ങൾ നോക്കിക്കോളൂ, 5000 രൂപയുടെ പർച്ചേസ് നിങ്ങൾ ചെയ്യുമ്പോ നോക്കൂ, അവിടെ നിങ്ങൾക്ക് 750 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടിയില്ലേ? അപ്പൊ എന്തായിരുന്നു നമ്മുടെ ഓഫർ? എന്തായിരുന്നു ഓഫർ? ഒന്ന് പറ രാജൻ സാറേ, STC ലീഡർ രാജൻ സാറേ. നമ്മുടെ ഓഫർ 10,000-ന് 750 രൂപയുടെ കൊടുത്തല്ലേ? 10,000-ന് 750 രൂപ കൊടുത്തല്ലേ? ഇവിടെ 5000-ന് 750 രൂപ തരുന്നുണ്ടെങ്കിൽ കമ്പനി മാനേജ്മെന്റ് എന്താ ചെയ്യാൻ കാരണം? നമ്മൾ ഇതിന്റെ പ്രവർത്തകരാണ്, ലീഡേഴ്സ് ആണ്. അപ്പൊ ലീഡേഴ്സിന് അതിനകത്ത് കൂടുതൽ കൊടുക്കില്ലേ ചെയ്തത്? നിങ്ങൾ 10,000 രൂപയുടെ കുറച്ച് വാങ്ങണ്ട, 5000 രൂപയുടെ കുറച്ച് ചെയ്താൽ 750 തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 1000 രൂപയുടെ പകരം 5000 എന്ന് പറഞ്ഞിട്ട് കണ്ട് അങ്ങോട്ടാണോ പോകേണ്ടത്? അതല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് പകരം 5000 രൂപ വാങ്ങുന്ന സമയത്ത് 750 രൂപയുടെ കുറച്ച് കിട്ടുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എവിടെ നമ്മളെ കുഴപ്പം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ക്ലിയർ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. പക്ഷേ നമുക്ക് ഒറ്റ കണ്ടീഷൻ ഉണ്ട്. അതായത് 10,000 രൂപയുടെ പുറത്ത് വാങ്ങുമ്പോൾ 750 രൂപയുടെ പുറത്ത് വാങ്ങുന്നത് പോലെ അറ്റ് എ സ്പോട്ട് അറ്റ് എ ടൈം ആ സമയത്ത് നിങ്ങൾക്ക് 750 രൂപയുടെ പുറത്ത് കിട്ടൂല. പകരം എന്ത് ചെയ്യണം? നിങ്ങൾ 6 മാസം തുടർച്ചയായിട്ട് വാങ്ങണം. 6 മാസം തുടർച്ചയായിട്ട് വാങ്ങിയെന്നാ ഈ സാധനം അവിടെ ഉണ്ടാവില്ലേ? പകുതി പണിയെടുത്താൽ പോരെ, കൂടുതൽ ഇരട്ടി റിസൾട്ട് അല്ലേ? അപ്പൊ അടുത്ത മാസം അന്റെ 5000 രൂപയുടെ പുറത്ത് വാങ്ങുന്ന സമയത്ത് 1500 ആയില്ലേ? അടുത്ത മാസം 5000 രൂപ കുറച്ച് വാങ്ങുന്ന സമയത്ത് 2250 ആയില്ലേ? അടുത്ത മാസം 5000 രൂപ കുറച്ച് വാങ്ങുന്ന 3000 ആയില്ലേ? അടുത്ത മാസം 5000 രൂപ കുറച്ച് വാങ്ങുന്ന 3750 ആയില്ലേ? അടുത്ത മാസം 5000 രൂപ കുറച്ച് വാങ്ങുന്ന 4500 ആയില്ലേ? 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം അതായത് 30,000 രൂപയുടെ കുറച്ച് വാങ്ങുമ്പോൾ 4500 രൂപ കിട്ടിയില്ലേ? അപ്പൊ ഇതൊരു എക്സലന്റ് ടൂൾ അല്ലേ? ക്ലിയർ ആയോ? അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ ബിസിനസിനകത്ത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല സ്ട്രാറ്റജി ഇല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയോ? അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ എക്സലന്റ് ടൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സലന്റ് ടൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഉപയോഗിക്കണം. ക്ലിയർ ആവുണ്ടല്ലോ? ആ രീതിയിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മാറണം. നെക്സ്റ്റ് ഒരു 1-2 കാര്യം കൂടി ഞാൻ പറഞ്ഞു. എക്സാമ്പിൾ പറഞ്ഞു. ആരും ഇതിനകത്ത് ഈ സ്ക്രീനിൽ വരയ്ക്കരുതേ ദയവ് ചെയ്ത്. സ്ക്രീനാണ് എനിക്ക് കൂടുതൽ കാണിക്കാണ്, അതുകൊണ്ടാണ്. ഓക്കെ, നോക്കൂ. അടുത്തത് 10,000 രൂപേനെ കൊടുത്താൽ വിചാരിക്കുക. 10,000 രൂപേനെ കൊടുത്താൽ വിചാരിക്കുക. 10,000 രൂപയുടെ 10,000-ന് എത്ര ശതമാനം കിട്ടുക? 15% കിട്ടുക.
നമുക്ക് 10,000 എത്രയാണ് കമ്പനി ഓഫർ ചെയ്തത്? 750 രൂപയുടെ പ്രൊഡക്റ്റ്. ഇവിടെ എത്ര കിട്ടുന്നത്? 1,500 രൂപയുടെ പ്രൊഡക്റ്റ്. അപ്പൊ അതിന്റെ ഇരട്ടി കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് 10,000 750 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടാത്ത സങ്കടമല്ലായിരുന്നു. ഇവിടെ 1,500 തന്നത്. ആ സങ്കടം മാറാത്തെന്തോണ്ടാ? നിങ്ങൾ ചിന്തിക്ക്. ഞാൻ പറഞ്ഞില്ലേ, അനാവശ്യമായ മൈൻഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ എഫേർട്ട്, എന്താണോ കമ്പനി നിങ്ങൾക്ക് വളരാൻ വേണ്ടി തരുന്ന സാഹചര്യങ്ങൾ അതിനെ പിടിക്കാത്തത്, അതിനെ ഉപയോഗിക്കാത്തത്, ഇതല്ലേ നമുക്ക് ബിസിനസ്സിനകത്ത് ഗ്രോത്ത് റേറ്റ് കുറയാനുള്ള കാരണം. ഇതിനൊക്കെ പിടിച്ചിട്ട് ഇതിനൊക്കെ ഡെവലപ്പ് ചെയ്ത് കയറിയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതല്ലേ സ്ട്രാറ്റജി എന്ന് പറയും, അതല്ലേ തന്ത്രം എന്ന് പറയുന്നത്. ഓരോരോ ബിസിനസിന്റെ അകത്ത് ഓരോ രീതിയിലല്ലേ ബിസിനസ് ചെയ്യുക. ഈ മൈനസ് മാർക്കിന്റെ രീതിയല്ലേ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യാതെ നിങ്ങൾ വേറൊരു രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിനകത്ത് എങ്ങനെ ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുക? നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ക്ലിയർ ആയോ? അടുത്ത 10,000 ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 3,000 രൂപയുടെ കൊടുത്തായില്ലേ? അടുത്തത് മൂന്നാമത്തെ പർച്ചേസ് 4,500 ആയില്ലേ? നാലാമത്തെ പർച്ചേസ് കൂടി 6,000 ആയില്ലേ? അഞ്ചാമത്തെ പർച്ചേസ് കൂടി 7,500 ആയില്ലേ? അടുത്തത് 6ാമത്തെ പർച്ചേസ് 9,000 ആയില്ലേ? അതങ്ങനെ 7ാമത്തെ മാസം ആകുമ്പോഴേക്ക് 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം ആകുമ്പോഴേക്ക് 60,000 രൂപയുടെ പർച്ചേസ് നടത്തിയിട്ട് 9,000 രൂപയുടെ പുറത്ത് കിട്ടിയില്ലേ? ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടെ നോക്കൂ. 50,000 രൂപേനെ പുറത്തെ നോക്കൂ. ഈ 50,000 രൂപയ്ക്ക് എത്ര 10,000 ഉണ്ട്? എത്ര 10,000 ഉണ്ട്? റസാഖ് സാറേ ഒന്ന് കൂട്ടിയേ. ജയ സാറേ കൂട്ടിയേ. 5 10,000 അല്ലേ? 5 10,000 കൂട്ടുമ്പോൾ 50,000 വരിക. അപ്പൊ ഒരു 10,000 എത്രയാ? 750. അപ്പൊ 750 ഇൻറ്റു 5 നടത്തി എത്രയാ? 3,750 രൂപയുടെ പുറത്താണ് ഫ്രീ ആയിട്ട് കിട്ടുക. ഞാൻ പറഞ്ഞ നിങ്ങൾ വാങ്ങണ്ട. കാരണം എന്താണ്? നിങ്ങൾക്ക് ഇവിടെ 7,500 രൂപയുടെ പുറത്ത്, 3,750 രൂപയുടെ പുറത്ത് പകരം നിങ്ങൾക്ക് ഇവിടെ 7,500 രൂപയുടെ പുറത്ത് കമ്പനി തരുന്നുണ്ട്. ക്ലിയറായോ? അപ്പൊ ഏതാ നല്ലത്? സത്യത്തില് നമുക്ക് തരേണ്ടതായ 10,000-ന്റെയും 15,000-ന്റെയും രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് കമ്പനി ഒഴിവാക്കിയതല്ല, നമുക്ക് ഇരട്ടി തരാമെന്ന് കമ്പനി പറഞ്ഞതാണ്. പക്ഷെ അതിനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ നമ്മൾ ഉപയോഗിച്ചാൽ പോരെ. അപ്പൊ എത്രമാത്രം ബിസിനസിനകത്ത് ഗ്രോത്ത് ആണുള്ളത്? നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ 2 കാര്യങ്ങൾ കമ്പനി ചെയ്തു. ഒന്നെന്താണ്? ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇരട്ടി കൊടുക്കും. ചെയ്യിപ്പിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ടീമിനകത്ത് റീപർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അതിനേക്കാൾ കൂടുതൽ വരുമാനം. ഇനി പുതുതായിട്ട് ആളുകൾ ബിസിനസ്സിൽ എൻട്രി ചെയ്യിപ്പിക്കുന്ന ആളുകൾക്കോ പുതുതായിട്ട് എൻട്രി ചെയ്യുന്ന ആൾക്കാർക്കോ അവർക്ക് 10,000-ന് 750 രൂപയെ കൊടുത്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ധനീഷ് മാധവൻ സാറ് എന്നെ ബിസിനസ്സിൽ കൊണ്ടുവന്നു. അപ്പൊ 10,000 രൂപ ഞാൻ കൊടുത്തു. ആ സമയത്ത് സാർ എനിക്ക് കൂടെ തരുന്നത് 10,750 രൂപയുടെ പുറത്താണ്. ആ 750 രൂപയുടെ പുറത്ത് ആരാ തന്നിട്ടുണ്ടാവുക? എന്റെ കാഴ്ചപ്പാടില് പ്രവീൺ സാറാണോ, മൈനേഴ്സ് മാർക്കറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ധനീഷ് മാധവനാണോ? ഞാൻ കാണുന്നത് ധനീഷ് മാധവനായിട്ടാണ്. അതിന്റെ നന്ദി ഞാൻ കാണിക്കും. അപ്പൊ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ ഒരു 10,000 രൂപ തന്ന് ഒരു അഡീഷണൽ 750 രൂപയുടെ പുറത്ത് കൊടുക്കുമ്പോ നിങ്ങളായിട്ടാണ് ആ വ്യക്തിക്ക് അറ്റാച്ച്മെന്റ് വരുന്നത്. നിങ്ങൾ കൊടുക്കുന്ന വഴിയാണ് വരുന്നത്. എന്റെ ലീഡർ എനിക്ക് തന്ന ഓഫർ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇരട്ടി റിക്രൂട്ട്മെന്റ് നടക്കട്ടെ. ആ റിക്രൂട്ട്മെന്റ് നടത്താനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ രീതിയിലല്ലേ ബിസിനസ് നമ്മൾ കാണേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ക്ലിയർ ആവണ്ടല്ലോ? ഈ രീതിയിൽ നിങ്ങൾ തന്നെ ഉപയോഗിക്കും. അപ്പൊ ആളുകളോട് പറ, മനസ്സിലായോ? 10,000-ന് 1 യൂണിറ്റ് 2 യൂണിറ്റ് 3 യൂണിറ്റ് എടുക്കുന്ന സമയത്ത് ഇത്ര പ്രൊഡക്റ്റുകൾ നമ്മൾ ഓഫർ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഓഫർ നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ നിങ്ങൾ പഠിപ്പിച്ച് ഓഫർ കിട്ടുമ്പോ എന്ത് കിട്ടുമ്പോ എന്തും വാങ്ങാൻ തയ്യാറായ ആൾക്കാരാണ് ലോകത്തുള്ളത്. ക്ലിയർ ആയോ? അതിനെ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ മതി. നോക്കൂ, ഞാൻ നിങ്ങളോട് പറയുന്നത് 5,000-ന്റെ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ നിങ്ങൾ ചെയ്യരുത്. 10,000-ന്റെ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ നിങ്ങൾ ചെയ്യരുത്. പകരം ഇത് കേട്ട ഉടനെ തന്നെ നാളെ ഇപ്പോ എന്താഴ്ചയാണ്? ബുധനാഴ്ചയാണ്. നിങ്ങൾ നാളെ തന്നെ പോയി 50,000 രൂപയുടെ ഈ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. 50,000-ന്റെ സാറേ 50,000 ചെയ്യുമ്പോ ആ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പൈസ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ വിറ്റു? നിങ്ങൾ പുതിയ ലിസ്റ്റ് ഉണ്ടാക്കുക. കാര്യങ്ങൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. നെക്സസ് പ്രോഗ്രാം കിട്ടിയില്ലേ? വലിയ ട്രെയിനിങ് കിട്ടിയില്ലേ? വലിയ മീറ്റിംഗ് കിട്ടിയില്ലേ? അത്തരത്തിലുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കില്ലേ? ഈ ബിസിനസ് നന്നാക്കി എടുക്കണമെന്ന് മനസ്സിലായില്ലേ? ട്രഡീഷണൽ ബിസിനസ് ഡയറക്ഷൻ നമ്മളെ കമ്പാരിസൺ ഞാൻ പറഞ്ഞതില്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ പഠിപ്പിച്ചതില്ലേ? അപ്പൊ ഇനിയൊരു ബിസിനസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിസിനസിനകത്ത് ഒരു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലേ? അതുണ്ടെങ്കിൽ നിങ്ങൾ 50,000 രൂപയിൽ തുടങ്ങും. എന്നിട്ട് അടുത്ത മാസം നിങ്ങൾക്ക് 50,000 വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. ഇതിനകത്ത് ഔട്ട് ആവാതിരിക്കാൻ മിനിമം 5,000 രൂപയെ കുറച്ച് വാങ്ങിച്ചാൽ മതി. ക്ലിയർ ആയോ? ഔട്ട് ആവാതിരിക്കാൻ 5,000 രൂപയെ കൊടുത്ത് ചെയ്യാൻ നിങ്ങൾക്ക് എത്രയും ചെയ്യാം. അപ്പൊ 50,000 വാങ്ങി അടുത്ത മാസങ്ങൾ 50,000 ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷെ തുടങ്ങുമ്പോൾ നന്നായിട്ട് തുടങ്ങും. അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ
മിനിമം 5000 രൂപയാക്കിയിട്ടെങ്കിലും അത് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനെ നിലനിർത്തി കൊണ്ടുപോകണം. അത് ശ്രദ്ധിക്കണം. ഒരേ ഐ ഡി തന്നെ വാങ്ങണം, ഒരേ ഐ ഡി തന്നെ വാങ്ങണം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്ലിയർ ആവണല്ലോ. അപ്പൊ അടുത്ത 50,000 ചെയ്തു, മൂന്നാമത്തെ 50,000 ചെയ്തു, നാലാമത്തെ 50,000 ചെയ്യുമ്പോൾ അത് 30,000 അഞ്ചാമത്തെ 5,000 ചെയ്യുന്ന സമയത്ത് 37,500 ആറാമത്തെ 50,000 ചെയ്യുന്ന സമയത്ത് 45,000 അങ്ങനെ നിങ്ങൾക്ക് 6 പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മൊത്തം 3 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റായി. നിങ്ങൾക്ക് 45,000 രൂപയുടെ അഡീഷണൽ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. 45,000 രൂപയുടെ പ്രൊഡക്റ്റ്. അപ്പൊ നിങ്ങൾ പറ, ഒരു 30,000 3 ലക്ഷം രൂപ നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് 45,000 ഉണ്ടാകുന്ന എന്തെങ്കിലും പണി നിങ്ങൾക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ അത് ചെയ്യണം. ഇനി ഈ 3 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ കുറച്ച് ആളുകൾക്ക് കൊടുക്കുകയും അതിലൂടെ കുറച്ച് കസ്റ്റമറിങ് ചെയ്യുകയും അവരെ കുറച്ച് ആൾക്കാർ ഇതിന്റെ അകത്ത് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ആളുകളിലൂടെ ഈ പറയുന്ന ബിസിനസ് ചിലപ്പോ 3 ലക്ഷം എന്നുള്ളത് 5 ലക്ഷമായിട്ടും 6 ലക്ഷമായിട്ടും 10 ലക്ഷമായിട്ടും ചിലപ്പോ 1 കോടിയായിട്ടും ഒക്കെ ഉള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിനെ വെച്ചടി വളർത്താൻ പറ്റുന്ന സാഹചര്യം ഇപ്പൊ ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ സാഹചര്യങ്ങൾ നിങ്ങൾ ടീമിനെ പഠിപ്പിക്കണം. അതേപോലെ തന്നെ നിങ്ങളിത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ 6 മാസം നോക്കൂ, അബ്ദുൾ ലത്തീഫ് സാർ ഇല്ലാത്തുണ്ട്. അബ്ദുൾ ലത്തീഫ് സാറെ 50,000 രൂപേന്റെ ഈ പറയുന്ന സാധനം വെച്ച് സാറ് ചെയ്യും. എന്നിട്ട് 5 മാസം മൊത്തം നിങ്ങൾ ചെയ്തു. ആ 5 25 25 2 ലക്ഷമായി. 2 ലക്ഷമായി മൊത്തം 5 5 2 ലക്ഷമായി. അപ്പൊ ഞാൻ പറയുന്നത് 6ാമത്തെ മാസം 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി. 6ാമത്തെ മാസം 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി. 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ആ പറയുന്നത് 15,000 രൂപയുടെ പ്രൊഡക്റ്റ് തിരിച്ചു കിട്ടും. ആ 1 ലക്ഷം രൂപയ്ക്ക് 5,000 രൂപ റിട്ടേൺ. എത്ര ദിവസം കൊണ്ട് വേണേ? 1 ദിവസം കൊണ്ട് ഉണ്ടാക്കാം. ക്ലിയർ? ലാസ്റ്റത്തെ പർച്ചേസ് നടത്തിയാൽ മതി. എന്താ മതി? ആ മൊത്തത്തില് ആ 2.5 ഒന്നും കൂട്ടി 3.5 ഉണ്ടാവും. ആ 3 ലക്ഷം ബിസിനസിന്റെ 15% എന്ന് പറയുമ്പോൾ 3,50,000 15% എന്ന് പറയുമ്പോൾ 52,500 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും. 52,500 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും. ക്ലിയർ ആയോ? അതുകൊണ്ട് ഇതൊരു എക്സലന്റ് ടൂളാണ്, എക്സലന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് മെയ് മാസം 3-ാം തീയതി തുടങ്ങി ജൂൺ മാസം 27-ാം തീയതി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന് വലിയ ഓളം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളും ഇതിനകത്ത് മാറി നിൽക്കരുത്. പകരം നിങ്ങൾ എല്ലാവരും ഈ പോസ്റ്റർ മേക്കറിലേക്ക് ഇത് വെക്കുക. പ്രോഡക്റ്റ് ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ മേക്കർ നമുക്കുണ്ട് ഗ്രൂപ്പിന്റെ ഭാഗമായി, GCയുടെ ഭാഗമായി. അതിനകത്ത് പർച്ചേസ് എമൗണ്ട് കാണിക്കുക, നിങ്ങളുടെ ഫോട്ടോ അതിന്റെ മുകളിൽ വെക്കുക. ഞാനിത് തുടങ്ങി 50,000 രൂപയുടെ തുടങ്ങി, 10,000 തുടങ്ങി, 5,000 തുടങ്ങി. ഇത് ടീമിലേക്ക് നാളെ മുതൽ ഒരു ഓളമായിട്ട് വരണം. കാരണം ഐ ആം റെഡി, ആർ യു റെഡി എന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കണം. നിങ്ങൾ ചെയ്താലേ നിങ്ങളുടെ ടീം ചെയ്യും. നിങ്ങളെ മാറി നിന്നിട്ട് ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അത് നടക്കൂല. ക്ലിയർ ആയോ? അതുകൊണ്ട് ജൂൺ 27-ാം തീയതി വരെ നമുക്ക് ഇതിന് സമയമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഈ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ ഒന്നങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ ഉറപ്പിച്ച് ഗ്യാരണ്ടി ഞാൻ പറയാം, ഈ ടീം AIGയിലായിരിക്കും കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ വിൻ ചെയ്ത ആൾക്കാർ. യാതൊരു സംശയമില്ല. ആയിരക്കണക്കിന് ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും നാളെ മുതൽ ഇത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈവൻ വൺ ഡ്രോപ്പ് എ ഡേ ക്യാൻ ഇവൻച്വലി ഫിൽ എ ബക്കറ്റ്. അതായത് ചെറിയ ചെറിയ ഡ്രോപ്പുകളാണ് വലിയ റിസൾട്ട് തരുന്നത്. ചെറിയ എഫേർട്ടാണ് വലിയ റിസൾട്ട് തരുന്നത്. ക്ലിയർ ആവണല്ലോ? അതുകൊണ്ട് നിങ്ങൾ ലക്ഷങ്ങളും കോടികളും ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന പറ്റി ചിന്തിക്കരുത്. നിങ്ങളെ മുന്നിലേക്ക് തന്ന ഒരു വലിയ ടാർഗറ്റിന്, വലിയ ഒരു സ്ട്രാറ്റജിന് ചെറിയതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിനെ ഉപയോഗപ്പെടുത്തേണ്ട നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ വലിയ തീരുമാനമായി, വലിയ നേട്ടമായി പിന്നീട് മാറുന്നത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാം, ഈ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ തുടങ്ങി വെക്കുന്ന ആൾക്കാരുടെ ലൈഫ് മാറി പറയും. 6 മാസത്തെ ബിസിനസ് റെഗുലർ ബിസിനസ്സായി, നല്ല ബിസിനസ്സായിട്ട് അത് മാറും. വലിയ ഗ്രോത്ത് റേറ്റിലേക്ക് ഇത് പോകും. ടീം AIG ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള സപ്പോർട്ടിന്റെയും ഭാഗമായി നിങ്ങളുടെ ബിസിനസ് വലിയ ബുദ്ധിയിലേക്ക് പോകും. ഇതിൽ ഏറ്റെടുക്കുന്നവനും മാറി നിൽക്കുന്നവരും തമ്മിൽ വലിയ അന്തരം ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കസ്റ്റമർ ക്രിയേഷൻ, അതായത് റീറ്റെയിലിംഗ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു സക്സസ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഒരു 10 പുതിയ കസ്റ്റമറെങ്കിലും, പുതിയ ആളുകളെങ്കിലും ബിസിനസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം, റീറ്റെയിലിംഗ് ആയിക്കോട്ടെ, റിക്രൂട്ട്മെന്റ് ആയിക്കോട്ടെ, ആ രീതിയിലേക്ക് തുടക്കം ഇത് കേട്ട ഉടനെ തന്നെ നാളെ മുതൽ നോട്ടിച്ച് തുടങ്ങണം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കൂ. ധാരാളം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് ഈ കമ്പനിനെ പറ്റി, ഒരു പ്രോഡക്റ്റിനെ പറ്റി ഒരു ധാരണയുണ്ട് വിചാരിക്കുക, ഒരു എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷ ഉണ്ട് വിചാരിക്കുക. നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. ഫോർ എക്സാമ്പിൾ ബോഡി ഹീലിംഗ് ക്രീം ആയിക്കോട്ടെ, വുമൺ കമ്പനി ആയിക്കോട്ടെ, ചാമ്പിത്തൽ ആയിക്കോട്ടെ, ഹെയർ ഓയിൽ ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിരാശ വന്നിട്ടുണ്ടോ? അത് പറ്റിക്കപ്പെട്ടു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് മോശപ്പെട്ട എന്റെ കയ്യിൽ നിന്ന് കാശ് പോയതായി നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ സ്റ്റാർട്ട് ചെയ്യരുത്. നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മെനക്കെടരുത്. ഞാൻ നിങ്ങളെ കൂടെ നിർത്തും. ഏത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ഗുണനിലവാരം കൊണ്ട് നിങ്ങളെ സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് എക്സ്പീരിയൻസ് ഉപയോഗിച്ചു സമയത്ത് അനുഭവങ്ങൾ നിങ്ങൾക്ക് നല്ലതായി തോന്നിയിട്ടുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈഡ് വന്നിട്ടുണ്ടെങ്കിൽ, സംതൃപ്തി വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യണം. ഏത് നിങ്ങൾ പ്രതീക്ഷയെക്കാട്ടും കൂടുതലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതെങ്കിൽ, പല്ല് വേദനയ്ക്ക് പേസ്റ്റ് ഉപയോഗിച്ച് വിചാരത്തിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ആ എക്സൈറ്റ്മെന്റിന്റെ അർത്ഥം എന്താണ്? അതായത് വിചാരത്തിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ ചെയ്യരുത്. അതല്ല, സംതൃപ്തിയും എക്സൈറ്റ്മെന്റും തരുന്നതാണെങ്കിൽ ഇത് ഒരു കാരണവശാലും ഇത് ചെയ്യാതിരിക്കരുത്. ഏത് ഈ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ ചെയ്യാതിരിക്കരുത്. ക്ലിയർ ആയോ? ആ ബുദ്ധിയെങ്കിലും, ആ സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങൾ കാണണം. ആ രീതിയിലെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. കാരണം ഇതിനെക്കാട്ടും മികച്ച ഒരു സ്ട്രാറ്റജി വേറെ ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും നിരാശപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന മെസ്സേജിൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് അറിയിച്ചേ. നിങ്ങൾക്ക് ആരെങ്കിലും നിരാശപ്പെടുത്തിയാണോ, സംതൃപ്തി ആയതാണോ, എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയാണോ? നിങ്ങൾ ചാറ്റ് ചെയ്ത് എന്നെ സാറേ ഈ പ്രൊഡക്റ്റ് ഒക്കെ നിരാശപ്പെടുത്തിയെന്ന് പറയുന്ന ആരെങ്കിലും കൂടുതലുണ്ടോ? സാറെ പ്രൊഡക്റ്റ് ഒക്കെ ഫുള്ള് ഒന്നിനും കൊള്ളാത്തതാണ്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കാശ് പോയതാണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആരെങ്കിലും കൂടുതലുണ്ടോ? ഇല്ല. ഭൂരിഭാഗം ആളുകളും ഈ സാറ്റിസ്ഫൈഡും അതേപോലത്തെ എക്സൈറ്റ്മെന്റും ഒക്കെ ആയിരിക്കുമല്ലോ. ഓക്കെ, ഭൂരിഭാഗം ആളുകൾ അങ്ങനെയൊക്കെയാണ് എഴുതിയത്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം എന്നല്ലേ? ആ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്തേക്കണ്ടേ? ഞാൻ പറയുന്നത് ഒരു 5000 മിനിമം തുടങ്ങുക. മാക്സിമം നിങ്ങൾ 50,000 1,00,000 എത്രയാണ് നിങ്ങൾ തീരുമാനത്തിന് ചെയ്യുക. എന്തായാലും ഇതിനകത്ത് ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് ഇതിനായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫറായിട്ട് ബന്ധപ്പെട്ട കാര്യം ചെയ്യാം. ഓക്കെ, ഇനി ഞാനൊരു വീഡിയോ കാണിക്കുക. ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് എന്റെ ഈ ട്രെയിനിങ് അവസാനിക്കും. 9 മണിയോട് കൂടി ഞാനത് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. INTUസിന്റെ ഒക്കെ മീറ്റിംഗ് ഒക്കെ നടക്കാനുണ്ട്, GCAയുടെ. അപ്പൊ അതിലേക്ക് കയറണം. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ പോകും, ശ്രദ്ധിച്ചു കേൾക്കുക. ഞാനൊരു വീഡിയോ കാണിക്കുക. ഈ വീഡിയോയുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റെസ്പോൺസിബിലിറ്റി മേക്സ് യു മെച്യൂർ, നോട്ട് ഏജ്. അതായത് ഏജ് അല്ല, അതിന്റെ മെച്യൂരിറ്റിയാണ് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആ മെച്യൂരിറ്റി ആർക്കും ഏത് ഏജിലും കിട്ടും. ഇവിടെ ചെറിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ വീട് ഒരു ഷെൽട്ടറാണ്, അഭയകേന്ദ്രമാണ്, ഒരു ടാർപോളിൻ ഷീറ്റ് കൊണ്ടാണ്, നാടോടികളാണ്. ആ പറയുന്ന കുട്ടിയുടെ വീട് എന്ന് പറഞ്ഞാൽ ആ ടാർപോളിൻ വലിയ കാറ്റടിക്കുന്ന സമയത്ത് പറന്നു പോവുകയാണ്. ആ പറന്നു പോകുന്ന ടാർപോളിൻ ആ കുട്ടി പിടിച്ചു നിർത്തുക. അതേ സമയത്ത് അവന് ഫുഡ് കഴിക്കുന്ന അവന്റെ ഒരു ചെയർ ഉണ്ട്, പ്ലാസ്റ്റിക് ചെയർ. അത് അവിടെ നിന്ന് ഇങ്ങനെ തെറിച്ചു പോകുന്ന കുട്ടി കാണുകയാണ്. അപ്പൊ ടാർപോളിൻ വിട്ടിട്ട് ആ ചെയർ എടുത്ത് കൊണ്ടുവരുന്ന കുട്ടിയെ നിങ്ങൾ കാണാം. സത്യത്തിൽ ആ കാറ്റിൽ കുട്ടി അടക്കം പറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ മെച്യൂരിറ്റി, ആ കുട്ടിയുടെ ഈ പറഞ്ഞ ഉത്തരവാദിത്ത ബോധം ഉണരുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അവന്റെ വീടും അവന്റെ ചെയറും സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആ കുട്ടിയുടെ മനോഭാവം ഉണ്ടല്ലോ, ആ കുട്ടിയുടെ മനോഭാവം മതി സാറേ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ. ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് നല്ല പഠിപ്പുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, അനുഭവങ്ങളുണ്ട്. അതാണ് നിങ്ങളുടെ മെച്യൂരിറ്റി എങ്കിൽ, ആ മെച്യൂരിറ്റി നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ആ മെച്യൂരിറ്റി വേണ്ട നോക്കണം. ആ മെച്യൂരിറ്റിയാണ് നിങ്ങളുടെ വില്ലൻ. ക്ലിയറായോ? പകരം ഞങ്ങളെ പോലെ ആളുകൾ ഈ പറയുന്ന കാര്യങ്ങൾ ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റുന്ന ബിസിനസിന്റെ പേരാണ് മൈലിസ്റ്റർ മാർക്കറ്റ്. ക്ലിയറായോ? അതുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഇവിടെ നമ്മൾ അർത്ഥം എന്താണ്? അതായത് പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫറിന്റെ അകത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധം നിങ്ങൾ കാണിക്കണം. അവിടെ നിങ്ങളുടെ ലീഡർഷിപ്പ്, നിങ്ങളുടെ റാങ്കുകൾ, നിങ്ങളുടെ മെച്യൂരിറ്റികൾ അതിനെ നിങ്ങൾ കണ്ടുകൊണ്ട് ഇത് ചെയ്യാതിരിക്കരുത്. അത് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് വളർച്ചയില്ല ഉണ്ടാവുക, തളർച്ച ഉണ്ടാവുക. അതുകൊണ്ട് ഇത് എല്ലാ ലീഡറും
DC ആയിക്കോട്ടെ, ATC ആയിക്കോട്ടെ, ഞാൻ ഉൾപ്പെടെയുള്ള ITS ലീഡർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിർബന്ധമായി ഈ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ സ്റ്റാർട്ട് ചെയ്യണം. ഇതൊരു ടീമിന്റെ തീരുമാനമാണ്, ഒരു കമ്പനി മാനേജ്മെന്റിന്റെ തീരുമാനമാണ്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്ത ബോധത്തിലേക്ക് നിങ്ങൾ കാണണം. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മനോഭാവത്തിലേക്ക് നമ്മൾ മാറണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇതാരും സ്ക്രീൻഷോട്ട് അടിച്ച് ഗ്രൂപ്പിൽ ഇടരുത്. എന്റെ മെച്ചൂരിറ്റി ഞാൻ എവിടെ കാണിച്ചു എന്നാ പറയുന്നത്. ഇത് ഞാൻ STC റാങ്കിൽ നിന്ന് മംഗലാപുരത്ത് പ്രൊഡക്റ്റ് എടുക്കാൻ പോയ സമയത്ത് എന്റെ ഒരു ഫോട്ടോ ആണ്. അന്ന് മംഗലാപുരത്ത് ഈ കേരളത്തിൽ ഒരു ഓഫീസും ഇല്ല. ആ ഓഫീസില്ലാത്ത സമയത്ത് 25,000 രൂപേന്റെ പുറത്തെടുക്കാൻ വേണ്ടി ഞങ്ങൾ 3 പേര് പോയിട്ടുണ്ട്. പിന്നെ 2 ലക്ഷം രൂപേന്റെ പുറത്തെടുക്കാൻ ഒരാൾ 3 സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് 2.5 മണിക്കൂർ ഒരു ട്രെയിൻ ഉണ്ട്. ആ 2.5 മണിക്കൂറിന്റെ 2.5 മണിന്റെ ട്രെയിൻ മിസ്സായ ആ സമയത്ത് 2-2.5 മണിക്കൂർ പിന്നീട് അവിടെ നിൽക്കണം. ഒരു 4-4:45 മണിക്ക് മാത്രമേ അവിടുന്ന് പിന്നെ ട്രെയിൻ ഉള്ളൂ. ആ ട്രെയിൻ കിട്ടുന്നവരെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ സൈഡിൽ അവിടെ പ്രൊഡക്റ്റ് അട്ടിക്കിട്ടിട്ട് അവിടെ ട്രെയിൻ വെയിറ്റിംഗ് സ്ഥലത്ത് രാവിലെ 4 മണിക്കും 5 മണിക്കും എഴുന്നേറ്റ് പോയ ഞാൻ ക്ഷീണം കൊണ്ട് തളർച്ച കൊണ്ട് അവിടെ ഇങ്ങനെ പേപ്പർ വിരിച്ച് കിടക്കുമ്പോ എന്റെ ഒരു ലീഡർ അത് പറഞ്ഞാണ്, സാർ വലിയ പൊഡീഷൻ ആവുന്ന സമയത്ത് ഇതെല്ലാരും കാണിക്കുക. അവന്റെ നാക്ക് വന്നായി. പക്ഷെ ഫോട്ടോ എടുത്ത വ്യക്തിയൊന്നില്ല, നിർത്തിപ്പോയി. കാരണം എന്റെ കഷ്ടപ്പാട് കണ്ടോണ്ടായിരിക്കണം. ക്ലിയർ ആയോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഉത്തരവാദിത്വം ഞങ്ങൾ എടുക്കേണ്ട റാങ്കിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ചെയ്യേണ്ട റാങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മെച്യൂരിറ്റി, ഇന്ന് ITS എന്ന് പറയുന്ന എന്റെ മെച്യൂരിറ്റി എന്റെ ഉത്തരവാദിത്വത്തിന് തടസ്സമല്ല. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ആർക്കും ഞങ്ങൾ ജോലി ചെയ്ത് തോൽപ്പിക്കാൻ പറ്റൂല. നിങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടും ഒരു 2 മണിക്കൂർ അധികം ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട്. അതെല്ലാ ലീഡറും, ഞാനായാലും ബെന്നി സാറാണെങ്കിലും, സനീഷ് മാൻ സാറ്, സുധീഷ് സാറാണെങ്കിലും, ശ്രീധർ സാറാണെങ്കിലും, എല്ലാ ആളുകളും, സി സാറാണെങ്കിലും, എല്ലാ ആൾക്കാരും ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളെ പോലെ ആവണം, അല്ലെങ്കിൽ വലിയ ലീഡർ ആവണം, വലിയ വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കേണ്ട സ്ഥലത്ത് എടുക്കേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളെ സമ്പന്നനാക്കുന്നത്. ഉത്തരവാദിത്വം മാത്രമേ ഒരു വ്യക്തിയെ സമ്പന്നനാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന ഈ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ അല്ലെങ്കിൽ ഈ ഫീൽഡ് വർക്ക്, പുതിയ ആളുകൾ നമ്മൾ കൊണ്ടുവരുന്നത്, അതിനനുസരിച്ച് ആവശ്യമായ രീതിയിൽ പ്രവർത്തനങ്ങൾ, ഇത്തരം മാതൃകാപരമായ ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ശൈലേഷ് ബാലിനെ കണ്ടിട്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ റാങ്കിൽ ശൈലേഷ് ബാലൻ എന്ത് ചെയ്തു അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നത് ഈ പിക്ചർ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ, അത് നിങ്ങൾ ഏറ്റെടുക്കണം. ഓക്കെ, 2 തരത്തിലുള്ള ക്യൂവിൽ നിങ്ങൾക്ക് നിൽക്കാം. ഒന്ന് കംപ്ലൈന്റ് ക്യൂ നിൽക്കുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ നന്ദിയുടെ ക്യൂ നിൽക്കുക. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്ന ക്യൂ കംപ്ലൈന്റ് ക്യൂ ആണ്. കാരണം എന്താണ്? ഇത് എന്റെ മാത്രം ബിസിനസ് അല്ല, അപ്ലൈന്റെ കൂടി ബിസിനസ് ആണ്. അവരുടെ കംപ്ലൈന്റ് ഒക്കെ അപ്ലൈന്, നേട്ടങ്ങളൊക്കെ ഇരിക്കും. ഹലോ, നിങ്ങൾ ഒന്ന് ക്യൂ ഒന്ന് മാറി നോക്ക്. കിട്ടിയതൊക്കെ നന്ദി, ഇനി കിട്ടാൻ പോകുന്നതൊക്കെ നന്ദി. ക്ലിയർ ആയോ? അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ പറയുന്ന നന്ദിയുടെ ആ ലൈനിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. നന്ദി ഒരു മനുഷ്യനെ സമ്പന്നനാക്കും. ഹലോ, നന്ദി ഇല്ലായ്മ ഒരു മനുഷ്യനെ ദരിദ്രനാക്കും. ദാരിദ്ര്യം ആരെങ്കിലും ചോദിച്ചു വാങ്ങോ? ദാരിദ്ര്യം നീക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് തന്നവരോട്, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട്, അതല്ലെങ്കിൽ നമ്മളുടെ ടീമിൽ വന്ന ആളുകളോട്, ആ പറയുന്ന ആളുകളോട് വളരെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി, നന്ദിയോട് കൂടി നമ്മളങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവം തരേണ്ടതെല്ലാം കൂടുതലും. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ ആണല്ലോ? നെവർ പുട്ട് ദ കീ ഓഫ് യുവർ ഹാപ്പിനെസ് ഇൻ സംവൺ എൽസ് പോക്കറ്റ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോല് മറ്റുള്ള ആളുകളെ പോക്കറ്റ് തരുന്നതിന് വല്ല കാര്യമുണ്ടോ? അത് നമ്മൾ ഇന്നലെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് നമ്മളാണ് ശരിക്കും നമ്മളെ ശത്രു. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് നിങ്ങൾക്ക് ഫലം കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായ രീതിയിൽ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വളർച്ച ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയാൻ, വളർച്ചയ്ക്കുള്ള കാരണം നിങ്ങളുടെ തീരുമാനമാണ്, തളർച്ചയ്ക്കുള്ള കാരണവും നിങ്ങളുടെ തീരുമാനമാണ്. അതുകൊണ്ട് എന്റെ പോരായ്മകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് തിരുത്തി നാളെ മുതൽ പ്രവർത്തിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിനും മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫറിനകത്ത് നിങ്ങളുടെ ഫോട്ടോ വരട്ടെ, നിങ്ങളെ പർച്ചേസ് വരട്ടെ, അതിന് മാതൃകമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തനങ്ങളൊന്ന് തുടങ്ങി വെക്ക്. ബാക്കിയെല്ലാം നമുക്ക് ശരിയാക്കാം. കാരണം 7 ദിവസത്തെ ട്രെയിനിങ് ഇല്ലേ, ഒരുപാട് ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് വരും. പക്ഷെ നാളെ മുതൽ നിങ്ങളെ ഫോട്ടോ ഗ്രൂപ്പിൽ വരണം. ക്ലിയർ ആവുണ്ടല്ലോ? ഓക്കെ, മണി ഈസ് ലൈക്ക് എ ഡെറ്റോൾ ബിക്കോസ് ഇറ്റ് കിൽ 99.9 പ്രോബ്ലംസ്. ഡെറ്റോൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യപ്പെടും. 99.99% ഗ്യാരണ്ടി. അതേപോലെ പണം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും തീരും. ക്ലിയർ ആയോ? ആ പണം ഉണ്ടാക്കാനുള്ള ആ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടീമിനെ വളർത്താൻ,
ടീമിന് വളർച്ച ഉണ്ടാക്കാൻ, ടീമിന് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ, നിങ്ങളുടെ വരുമാനം ഉറപ്പിക്കാൻ, നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ ഈ സ്ട്രാറ്റജിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡെറ്റോൾ പോലെ തൂത്ത് വൃത്തിയാക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ഇപ്പൊ ഞാൻ തന്നത്. അതിനെന്ത് ചെയ്യണം? എന്റെ ഈ പറയുന്ന ഇതിന് ഒരു സൊല്യൂഷൻ കിട്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഗെറ്റ് അപ്പ്, അതർവൈസ് യുവർ കംഫർട്ട് സോൺ വിൽ കിൽ യു. അതായത് നിങ്ങൾ എഴുന്നേൽക്കാൻ മടിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രവർത്തിക്കേണ്ട സമയത്ത് കിടന്നു വരുന്ന ആൾക്കാരാണെങ്കിൽ, റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളെ പട്ടുമെത്തയിൽ ഒരു ദിവസം നിങ്ങൾ തല പൊക്കുന്ന സമയത്ത് ഇതായിരിക്കും അവസ്ഥ. മനോഹരമായ നിങ്ങളുടെ മുഖം പോയി കിട്ടും. ക്ലിയറായോ? അതുകൊണ്ട് കംഫർട്ട് സോൺ നിങ്ങളെ കൊല്ലും. അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന സുഖങ്ങൾക്ക് പുറകെ പോകാതെ നാളെ കിട്ടുന്ന പല സുഖങ്ങളെയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് നമ്മൾ മാറണം. ആഗ്രഹമുള്ളത് വാങ്ങാനാണ് ജീവിതം. കിട്ടുന്ന സാധനങ്ങൾ വാങ്ങാനല്ല ജീവിതം. ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ വാങ്ങാൻ പറ്റണം. ഇപ്പൊ നിങ്ങൾ ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടു, ആ ഷർട്ട് നോക്കുന്ന സമയത്ത് 3500 രൂപ, നിങ്ങൾ വിചാരിച്ചു 1000 രൂപയ്ക്ക് കിട്ടും. അതേപോലെ നല്ലൊരു ഫുഡിന്റെ മെനു കണ്ടു, ആ മെനുവിന് 300 രൂപ അതിൻ്റെ അത് കണ്ടത്, നമ്മൾ വിചാരിച്ചു 100 രൂപ കിട്ടും. അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാതെ, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റാതെ, ഇഷ്ടപ്പെട്ട വീട് വെക്കാൻ പറ്റാതെ, ഇഷ്ടപ്പെട്ട കാറ് വാങ്ങാൻ പറ്റാതെ, ഇഷ്ടപ്പെട്ട രീതിയിൽ മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്തതിനൊക്കെ നമുക്ക് പണം തടസ്സമായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മാറ്റം വരുത്താൻ നമ്മളെ സഹായിക്കുന്ന കമ്പനിയുടെ പേരാണ് മൈലിസ്റ്റർ മാർക്കറ്റിംഗ്. അതുകൊണ്ട് ആഗ്രഹമുള്ളത് വാങ്ങാനാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങാനല്ല ജീവിതം. കിട്ടുന്നത് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മനസ്സമാനവും സന്തോഷമൊക്കെ നഷ്ടപ്പെടുന്നത്. ഇത് ഞാനൊരു ട്രെയിനിങ് പറഞ്ഞു. അപ്പൊ ട്രെയിനിങ് പറഞ്ഞ സമയത്ത് ഒരാൾ എഴുന്നേറ്റിനോട് പറയാണ്, ആഗ്രഹമുള്ളത് വാങ്ങാനാണ് ജീവിതം, കിട്ടുന്നത് വാങ്ങാനല്ല ജീവിതം. സാറ് പറഞ്ഞ 100% ശരിയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് സാറേ? ഞാൻ ആഗ്രഹിച്ച ഭാര്യനല്ല കല്യാണം കഴിച്ച്, കിട്ടിയ ഭാര്യനാണ് കല്യാണം കഴിച്ചത്. അപ്പൊ അതല്ല ഞാൻ പറഞ്ഞത്. ക്ലിയറായോ? ആഗ്രഹിച്ച രീതിയിലുള്ള വീട് വെക്കാൻ പറ്റാത്തത്, ആഗ്രഹിച്ച രീതിയിലുള്ള ഷർട്ട് വാങ്ങാൻ പറ്റാത്തത്, ആഗ്രഹിച്ച രീതിയിലുള്ള ടൂർ പോകാൻ പറ്റാതെ, ആഗ്രഹിച്ച രീതിയിൽ മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്തത്, എന്തെങ്കിലും ഒരു തടസ്സം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ: പ്രവൃത്തി. ആ പ്രവൃത്തി കുറഞ്ഞതാണ് ഫലം കുറഞ്ഞു പോയത്. ആ പ്രവൃത്തി ഇട്ട് കഴിഞ്ഞാൽ ആ ഫലം കിട്ടിക്കോളും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഒരു മിലിറ്ററി ഓഫീസറോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലുള്ള വെപ്പൺ ഏതാണ്, ആയുധം ഏതാണ് എന്ന് ചോദിച്ചു. ആ മിലിറ്ററി ഓഫീസർ പറഞ്ഞാൽ എന്താ അറിയോ? ഐ ആം ദ വെപ്പൺ, ഞാനാണ് ആയുധം. ദിസ് ഈസ് ദ ടൂൾ, ഇതൊരു ടൂൾ മാത്രമാണ്, ഉപകരണം മാത്രമാണ്. അതേപോലെ മൈലിസ്റ്റർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ടൂൾ ആയിരിക്കട്ടെ, നിങ്ങൾ എന്ന് പറയുന്നത് ആയുധമായിരിക്കട്ടെ. അപ്പൊ നാളെ മുതൽ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ ഈ ഒരു ട്രെയിനിങ് നിങ്ങൾ ഓരോരുത്തരും സഹായകരമാവട്ടെ. നാളെ മുതൽ ചാവേറുകളായി, സ്വന്തം കുടുംബത്തിനെ രക്ഷപ്പെടുത്താനുള്ള ചാവേറുകളായി പ്രവർത്തിക്കാനുള്ള ഒരു ട്രെയിനിങ് ആയി ഈ റെയിൻബോ സീരീസ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വലിയ വലിയ ഉയർച്ച ഉണ്ടാവട്ടെ ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.